السلام عليكم ورحمة الله. الحمد لله كفى والسلام على عباده الذين اصطفى أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. إنا أنذرناكم عذابا قريبا. يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. صدق الله مولانا العلي العظيم. പ്രിയമുള്ള സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, അനുഗ്രഹീതമായ റമളാൻ ശരീഫിന്റെ 26-ാം രാവ് എന്ന വളരെ അനുഗ്രഹീതമായ ഒരു ദിവസത്തിന്റെ രാത്രിയാണ് ഈ പവിത്രമായ പള്ളിക്കകത്ത് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ യഥാവിധി പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, മനസ്സിന്റെ അകത്ത് ഖൗഫോടുകൂടി അള്ളാഹുവിനെ വണങ്ങുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ സർവേശ്വരനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും ദിവസം ഇഅ്തികാഫിന് വേണ്ടി അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമുക്ക് യഥാർത്ഥ ഇഅ്തികാഫിന്റെ ദിവസവും പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി സമയം ചിലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് മാറ്റി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ഈ സുന്ദരമായ രാത്രിയിൽ വളരെ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്കുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു മനുഷ്യന്റെ മരണം, ആ മരണവുമായി ബന്ധപ്പെട്ടവൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഭയാനകരമായ രംഗങ്ങൾ വളരെ സരളമായ ശൈലിയിലാണെങ്കിൽ പോലും ഭയപ്പെടുത്തുന്ന ഖുർആൻ ആയത്തുകളും ഹദീസിന്റെ വചനങ്ങളും അതിലുപരി ചരിത്ര സംഭവങ്ങളും ഒക്കെ നാം കണ്ണോടിച്ച് കടന്നുപോയി. അൽഹംദുലില്ലാഹ്, ഖബറിന്റെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് നാം ചർച്ച ചെയ്തു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിയത്ത് ചെയ്യുകയും ചെയ്താണ് നാം ഇന്നലെ പിരിഞ്ഞത്. ഇന്ന് നമുക്ക് ഖബറിൽ നിന്ന് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ടുവരുന്ന ആ രംഗത്തിന്റെ ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് വേണം സംസാരിക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഏറ്റവും അധികം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മണൽത്തരികളെ പോലെ, കുഞ്ഞു ഉറുമ്പുകളെ പോലെ ഒരു വിഭാഗത്തെ, അംസാലി ദർ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അങ്ങനെയാണ്. കുഞ്ഞു ഉറുമ്പുകളെ പോലെ ഒരു വിഭാഗം മനുഷ്യരെ അള്ളാഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമെന്നാണ്. സഹാബികൾ ചോദിച്ചു, അവരാരാണ്? കുഞ്ഞു ഉറുമ്പുകളെ പോലെ പരലോകത്ത് കുറച്ച് ആൾക്കാർ. അവരെ കണ്ടാൽ മനുഷ്യരൂപമാണ്, മനുഷ്യന്റെ തല, കൈകാല്, അവയവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കുഞ്ഞു ഉറുമ്പിന്റെ അത്ര ഉണ്ടാവുള്ളൂ. കാര്യങ്ങളൊക്കെ അറിയാം, ഇപ്പൊ പഴയതുപോലെയല്ല, സെറ്റപ്പായി. ഇന്ന് വെള്ളം കുടിക്കുമെന്നറിയാം. അപ്പോ കുഞ്ഞു ഉറുമ്പിന്റെ അത്രയുള്ള ഒരവസ്ഥ നാളെ പരലോകത്തുള്ള ഒരു വിഭാഗം ജനങ്ങൾക്ക് കൊടുക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവരാരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർ പരലോകത്തെ ഏറ്റവും നിസാരന്മാരാണ്. അവരെ പോലെ അല്ലാഹുവിന്റെ കോടതിയിൽ നിസാരന്മാര് വേറെയില്ല. അവർ നികൃഷ്ടരാണ്. നരകത്തിന്റെ ഭയാനകതയിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർ പോലും ഈ വിഭാഗത്തെ കണ്ടിട്ട് ഇവർ ഇത്രയ്ക്ക് നിസാരന്മാരായിപ്പോയല്ലോ എന്ന് ചിന്തിക്കും. അവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഹുമുൽ മുതകബ്ബിറൂൻ, അവർ അഹങ്കാരി.
അഹങ്കാരികളാണ്. ലോകത്ത് എപ്പോഴും തലതൊട്ടപ്പന്മാരുടെ സ്ഥലത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അഹങ്കാരികൾ. ആ അഹങ്കാരികൾക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എന്താ? എല്ലാവരും ചവിട്ടി നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള കുഞ്ഞുറുമ്പുകളുടെ അവസ്ഥ അല്ലാഹു കൊടുക്കും. എന്നാൽ മനുഷ്യരുടെ എല്ലാ വേദനകളും, പരലോകത്ത് നിൽക്കുന്ന ധിക്കാരികളായ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന, സത്യനിഷേധികളായ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ വേദനകളും ഇവനുണ്ടാകും. എങ്കിലും ഇവന് ഒരുപാട് ബുദ്ധിമുട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊടുക്കാൻ. ആ വിഭാഗത്തിലോട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരുപാട് വിഭാഗങ്ങളെ പരലോകത്തിന്റെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് അല്ലാഹു പറയാണ്. അനുഗ്രഹീതമായ ഖുർആൻ സൂറത്ത് റഹ്മാൻ. ആ റഹ്മാൻ പരിശോധിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എല്ലാ മനുഷ്യരും മരണപ്പെട്ടു പോകുന്ന, ലോകത്ത് അല്ലാഹു പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും ചതഞ്ഞരഞ്ഞുപോയി പൊടിപടലങ്ങളായി മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് അല്ലാഹു രണ്ടാമത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ സംഭവിക്കുന്നത്. കുല്ലുമൻ അലൈഹാ ഫാൻ, എല്ലാ മനുഷ്യർക്കും നാശമുണ്ടാകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹു മാത്രം അവസാനം ഉണ്ടാകും. അള്ളാഹു മാത്രം അവസാനമുണ്ടാകും, ബാക്കിയെല്ലാം തകരും. മലക്കുകളെപ്പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ചലനമില്ലാത്തവരാക്കി മാറ്റുമെന്നാണ് പരലോകത്ത്. എന്നിട്ട് അല്ലാഹു മാത്രമായിട്ട് ലോകത്തുള്ള എല്ലാ ഖബറുകളിൽ നിന്ന് നമ്മുടെ മുൻഗാമികൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയവർ, നമ്മൾ മറന്നുപോയവർ അവരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമത്രേ പരലോകത്തേക്ക്. എല്ലാ മനുഷ്യരെയും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൽ നിന്ന് വിളിച്ചുകൊണ്ടെത്തുന്ന ആരെന്നറിയും? ആദ്യമായി പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ ഖബറിൽ പോയിട്ട് ഇങ്ങനെ മുട്ടുന്നത്, വാതിലിൽ മുട്ടുന്നത് ആരുടെ ഖബറെന്നറിയും? ആരുടെ ഖബറാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറാണ്. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മദീനയുടെ സുന്ദരമായ റൗള, ആ റൗള കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ പള്ളിക്കകത്ത് 100 കണക്കിന് 200 കണക്കിന് സലാത്ത് ചെല്ലുന്ന നമുക്ക് അനുഗ്രഹീതമായ റൗളയുടെ മുന്നിൽ പോയി നിറഞ്ഞ മനസ്സോടെ സലാത്ത് ചെല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയുള്ള സമയങ്ങളാണ്, വല്ലാത്തൊരു നിർവൃതിയുടെ രംഗങ്ങളാണ്. അതിനൊക്കെ പോകണം ഇൻഷാ അല്ലാഹ്. നമുക്ക് അല്ലാഹു നമ്മുടെ സാമ്പത്തികം അതിന് കഴിവുള്ളതാക്കി അല്ലാഹു തരുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യും. ഏത് പാവപ്പെട്ടവനും മക്കേ പോവാം, അങ്ങനെ നമ്മൾ കരുതണ്ട. നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല ഉസ്താദെ, പണക്കാർക്കല്ലേ അത് പറ്റുള്ളൂ, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഏത് പാവപ്പെട്ടവനും മക്കയിലെത്താം, പക്ഷെ അവന്റെ നീയത്ത് ക്ലിയർ ആയിരുന്നാൽ മാത്രം മതി. എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും, ഒരു സംശയവും ആ കാര്യത്തിലില്ല. എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞ ഒരാളും വിഷമിക്കേണ്ട കാര്യമില്ല. മനസ്സുണ്ടോ അവൻ ചെയ്തിരിക്കും. ഇഖ്ലാസോടുകൂടിയുള്ള മനസ്സുണ്ടോ അവൻ ഹജ്ജ് ചെയ്തിരിക്കും. അങ്ങനെ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. പൈസക്ക് ആ സമയത്ത് അല്ലാഹു തരും, ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അള്ളാഹു നമുക്കതിനുള്ള ഈമാനികമായ അനുഭൂതി നുകരാനുള്ള തൗഫീഖ് അള്ളാഹു തരുമാറാകട്ടെ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുണ്യ റസൂലിന്റെ റൗദയുടെ ഭാഗത്ത് ചെന്നിട്ട് പറയും, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയെ, പരലോക മഹ്ശറയുടെ സമ്മേളന നഗരിയിലേക്ക് സമയമായി, അവിടുന്ന് വന്നാലുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആദ്യമായിട്ട് ജിബ്രീലിനോട് ചോദിക്കുന്നതെന്തെന്നറിയോ? എന്റെ ഉമ്മത്തികളെ മുഴുവനും ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയോ? എന്റെ ഉമ്മത്തികളെ മുഴുവനും ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയോ? ഈ സമുദായത്തിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ജനിപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. പ്രവാചകന്റെ സമുദായമായി എന്നുള്ളത്. പരലോകത്ത് പരിഗണന, മഹ്ശറയിൽ പരിഗണന, ഖബറിൽ പരിഗണന, ദുനിയാവിൽ പരിഗണന, ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് പരിഗണന, സിറാത്തിൽ പരിഗണന, എവിടെയും. എന്തിനേറെ, നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്ക് പോലും ഒരാളോടും കരുണ കാണിക്കാത്ത നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്ക് പോലും ഈ സമുദായത്തെ പരിഗണിക്കുമെന്നാണ്. അതൊരു വലിയ തൗഫീഖല്ലേ. അതുകൊണ്ടാണ് ആ പ്രവാചകന് വേണ്ടി എത്ര സ്വലാത്തിയല്ലേ മതിയാവും. അതിനുവേണ്ടി ഇന്ന് 100 സംഘടന, തമ്മിലടി, കസേര പറക്കീറിയേക്കും, ചീത്തവിളി, സലാത്തിന് വേണ്ടി എത്ര സ്വലാത്തിയല്ലേ മതിയാവും.
ഏറ്റവും അധികം നമ്മൾ ഇഅ്തികാഫിന് വേണ്ടി ഇരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിർവൃതിയോടുകൂടി ഒക്കുമെങ്കിൽ കണ്ണുനീരോടുകൂടി സലാത്ത് ചെല്ലണം. അള്ളാഹു നമ്മുടെ സലാത്ത് കൊണ്ട് നമുക്ക് വിജയം തരുമാറാകട്ടെ. സ്വലാത്ത് മാത്രമായി പോലും അത് സൂക്ഷിച്ചു വേണം. സ്വലാത്ത് മാത്രമായി പോലും ദിക്റും ഖുർആനൊക്കെ വേണം. ചില ആൾക്കാർക്ക് അങ്ങനെ, ഞാൻ പറയുമ്പോൾ എല്ലാം പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാർക്ക് വെറുപ്പ് തോന്നരുത് എന്നോട്. പറയുമ്പോൾ ഞാൻ എല്ലാം പറയും. പറഞ്ഞേ പറ്റൂ. പറഞ്ഞില്ലെങ്കിൽ സംഘടന നോക്കി മുഖം നോക്കിയാണ് പറയുന്നതെങ്കിൽ എന്നെ പിടിക്കും. നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. നിങ്ങളതല്ല, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാ. ഞാൻ ആലോചിക്കുകയാണ്. ഞാനിപ്പോ വാതിന് പോയ സ്ഥലത്ത് കുറെ സ്ത്രീകളെ സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു സഹോദരൻ ചോദിച്ചു, ഇത്രയും ജനങ്ങൾ കൂടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഉസ്താദ് ഇത്ര പെട്ടെന്ന് നിർത്താൻ? ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാളും ആവേശത്തിൽ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവരുടെ അടുത്തേക്ക് ഞാൻ പോകണം. നിങ്ങളിപ്പോ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയവരല്ല. നിങ്ങളെക്കാൾ ഇരട്ടി ആവേശത്തിൽ ഒരുമിച്ച് കൂടിയ ഒരു വിഭാഗം ജനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാ വന്നെന്ന് പറഞ്ഞ് 1.5 മണിക്കൂർ പ്രസംഗിച്ചിട്ട് നിർത്തിയിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾ രക്ഷപ്പെടുമ്പോഴും ഒരുപക്ഷെ അവിടെയും പിടിക്കപ്പെടുന്നത് ബുഖാരിയുടെ 2 പേജോ തഫ്സീറിന്റെ 3 പേജോ ഓതി പഠിച്ചു പോയ നമ്മളെപ്പോലുള്ളവരെ പിടിക്കും. ഒരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് മുഖം നോക്കിയിട്ട് പറയാൻ മനസ്സിന് കൊതിക്കാത്തത് കൊണ്ട് പറയാം, സ്വലാത്ത് മാത്രമായി പോകരുത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സലാത്ത് മാത്രമായി ഒരു വിഭാഗം അങ്ങനെ മാത്രമായി അതപ്പതിച്ചു പോയിട്ടുണ്ട്. നിസ്കാരത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ മനസ്സ് വരാത്തവർ പോലും സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ടാമെന്ന് കരുതിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെയാണ് ഹബീബായ പ്രവാചകർ ഏറ്റവും അധികം വെറുക്കുന്നത്. ഉണ്ടാവാൻ പാടില്ല. പക്ഷേ നിസ്കാരത്തിന് ശേഷം ദുഹറിന് ശേഷം ഇത്ര സലാത്ത്, അസറിന് ശേഷം ഇത്ര സലാത്ത്, അങ്ങനെ കണക്ക് വെച്ച് സലാത്ത് ഇല്ല. അതിനെന്തൊരു മഹബത്തായിരിക്കും പ്രവാചകനുണ്ടാവുക, എന്തൊരു ഇഷ്ടമായിരിക്കും അള്ളാഹുവിനുണ്ടാവുക. അങ്ങനെയുള്ള വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഒന്നിനും അഡിക്റ്റായി പോകുമ്പോൾ ശക്തമായ ഈമാനിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ അഡിക്റ്റ് ആവേണ്ടത്. ഇല്ലാതെ ഏതെങ്കിലും അതിന്റെ ചില ശാഖകൾ മാത്രം ഒരു ദൗർബല്യമായി നമ്മൾ മാറരുത്. അപ്പോ ആദ്യമായി അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുമത്രേ, എന്റെ ഉമ്മത്തികൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇല്ല നബിയേ, ഉമ്മത്തികളൊന്നും വന്നിട്ടില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ആദ്യത്തെ കാണണം, ആദ്യത്തെ കാഴ്ച അവിടത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എഴുന്നേൽക്കു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് കൊണ്ടുവന്ന് മേളിപ്പിക്കപ്പെടുമ്പോൾ വല്ലാത്ത രംഗമാണ് പരലോകം. ഞാനും നിങ്ങളും കരുതിയതുപോലെയല്ല, ഞാനും നിങ്ങളും വായിച്ചതുപോലെയല്ല. മനസ്സ് വല്ലാതെ നൊന്തുപോകുന്ന രംഗമാണ് പരലോകം. അല്ലാത്ത അവസ്ഥയാണ്. ഒരിക്കൽ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് ചിന്തിച്ചുകൊണ്ടാ കരയുന്നത്? ആ സമയത്ത് പ്രവാചകർ പറയുന്നു, ആയിഷാ, പരലോകത്ത് ഒരു വിഭാഗം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടുന്ന രംഗമോർത്തുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കരയുന്നത് ആയിഷ. അള്ളാഹുവിന്റെ റസൂല് പറയാ, വസ്ത്രം പോലും ധരിക്കാതെ പരലോകത്ത് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടും. നഗ്നപാതരാണ്, ചെരുപ്പ് ധരിച്ചിട്ടില്ല, വസ്ത്രം ധരിച്ചിട്ടില്ല. ആ അവസ്ഥയിലാണ് മനുഷ്യരെ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടുക. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സംശയം. വസ്ത്രം ധരിക്കാതെ പുരുഷനെയും സ്ത്രീയെയും പരലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടിയാൽ, അള്ളാഹുവിന്റെ റസൂലേ, അത് എന്തൊരു വൃത്തികെട്ട രംഗമാണ്. പുരുഷൻ സ്ത്രീയുടെ ഔറത്തിലേക്ക്, നഗ്നതയിലേക്ക് നോക്കൂലേ? സംശയമില്ലേ? ഇത് നമുക്കുണ്ടാവാലോ. സ്ത്രീ പുരുഷന്റെ നഗ്നതയിലേക്ക് നോക്കൂലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, പരലോകത്തെക്കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്കിപ്പോ പെട്ടെന്ന് ഒരാൾക്കൊരു നെഞ്ചുവേദന വന്നു, അള്ളാഹു കാക്കട്ടെ, അല്ലെങ്കിൽ ഒരു വയറുവേദന, വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. മനുഷ്യന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയും, തലവേദന വരുമ്പോ പറയും, ഓ ഇതാണ് ഏറ്റവും വലിയ വേദന. നിനക്ക് തലവേദന വന്നിട്ടുണ്ടായില്ല? ആ, തലവേദന വരണം, അതാണ് വേദന. അപ്പൊ മറ്റൊരു ചോദിക്കും, നിനക്ക് പല്ലുവേദന വന്നിട്ടുണ്ടോ? ഇല്ല. ആ, പല്ലുവേദന വരണം, അതൊരു വേദന തന്നെയാ, ഒരു വാ കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ വേറൊരാൾ വന്ന് പറയും, നിനക്ക് നടുവേദന വന്നിട്ടുണ്ടോ? അത് വന്നാൽ അതാണ് വേദന, നിസ്കരിക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല. ചില ആൾക്കാർ പറയും, മുട്ടുവേദന വന്നിട്ടുണ്ടോ? ഇല്ലേ, അതാണ് വേദന. മുസ്തഫ സാഹിബിനൊക്കെ മുട്ടുവേദന. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഓരോ വേദന, അതാണ് ഏറ്റവും വലിയ വേദന. ഞാനും നിങ്ങളൊക്കെ പറയാം, നമ്മുടെ വേദനയാണ് നമുക്ക് ഏറ്റവും വലുത്.
അപ്പൊ വേദന, ഏറ്റവും വലിയ വേദന വയറുവേദന വന്ന് സഹിക്കാൻ വയ്യ. അവിടെ ഉരുണ്ട് കയറ്റം, ഇവിടെ ഉരുണ്ട് കയറ്റം, കൈ ഇവിടെ വെക്കുന്നു, കാലിവിടെ വെക്കുന്നു, ആകെ ബഹളം. വണ്ടിക്കകത്ത് 4 പേരിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ച് നമ്മളെ 4 പേരിങ്ങനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ബെഡിൽ കിടത്തിയിരിക്കുമ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സുന്ദരിക്കുട്ടിയായ ഒരു സിസ്റ്ററാണെങ്കിൽ കൂടെ നിൽക്കുന്ന, പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ ചിലപ്പോൾ സിസ്റ്റർ നോക്കും, ഈ വയറുവേദന എടുത്ത് വിളിക്കണോ ഈ പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങൾ പറയണം, നോക്കൂ അല്ലാഹു അക്ബർ, നോക്കൂ. അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങളൊരു വലിയ സംഭവം തന്നെയാണ്. നോക്കൂല, നോക്കാൻ തോന്നൂല. വേദന വരുമ്പോഴാണ് ആ രംഗം നമ്മൾ ചിന്തിക്കണം. വാഹനത്തിനകത്ത് വേദന എടുത്ത് പൊളയുന്നവൻ പോകുമ്പോ ഏതെങ്കിലും ഒരു കടയിൽ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങാൻ ഇറങ്ങുമ്പോ ഇവൻ അതിനകത്തുനിന്ന് ഡോറിലൂടെ സിനിമാ പോസ്റ്റർ നോക്കൂല. ഇവന് സുഖങ്ങളെ കുറിച്ച് ചിന്തിക്കാനുള്ളത്, അവന് വേദന സഹിക്കാൻ വയ്യ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാന്റെ റസൂല് പറയാണ്, ആയിഷ, നീ പരലോകത്തെക്കുറിച്ച് എന്ത് കരുതി? പരലോകത്തെക്കുറിച്ച് നീ എന്ത് കരുതി? ഒരാളും മറ്റുള്ളവരെ നോക്കാനുള്ള ഒരു സുഖത്തിലും സന്തോഷത്തിലും അല്ല അവിടെ. ഖബറിൽ എഴുന്നേറ്റ് വരുമ്പോ തന്നെ ഹാദാ യൗമുൻ നദാമാ ഖാലൂ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ. ആരാണ് നമ്മളെ വിളിച്ചുണർത്തിയത്? അത് ചോദിക്കുന്നത് വിശ്വാസികളാണ്. വിശ്വാസികൾ ചോദിക്കുന്നത് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നല്ലോ ഖബറിൽ. അല്ലാഹു അങ്ങനെയുള്ള ഉറക്കം നമുക്ക് തരട്ടെ. ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആരാ എന്നെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കണം. വിവാഹം കഴിഞ്ഞാൽ പ്രഥമ രാത്രിയിൽ ആരെങ്കിലും മണവറയിൽ പോയി സുബഹി നിസ്കരിക്കാൻ പുതുമാപ്പിളെ വിളിക്കൂല. ഇന്നവൻ അള്ള നിസ്കാരം ഇല്ലാതാക്കി കൊടുത്ത ദിവസം ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. ഒരു ഈമാനുള്ള ഉമ്മായും വിളിക്കൂല. എത്ര വലിയ 400 മാസം ജമാഅത്തിന് പോയ വാപ്പാണെങ്കിലും മോനെ സുബഹിക്ക് വിളിക്കൂല. കാരണം എന്താണെന്നറിയോ? ഇന്നും ഉറങ്ങട്ടെ, ഇന്നലെ ഓന്റെ നിക്കാഹ് കഴിഞ്ഞ ദിവസം. ഈ ഒരൊറ്റ നിസ്കാരം മതി അവന്റെ മൊത്തം പാത്തിലാണ്. നിസ്കരിക്കാതിരുന്നാൽ മതി, അള്ള കാക്കട്ടെ. അപ്പൊ ആ ദിവസം വിളിക്കൂല. എന്തുകൊണ്ടാണ്? അത് പുതുമാപ്പിളയുടെ ഉറക്കമാണ്. ആ ഉറക്കത്തിനൊരു സുഖമാണ്. ഈ ഉറക്കം പോലെ ഉറങ്ങാൻ ആരോടല്ല പറയും? ഉറക്കം മാറ്റിവെച്ച് പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന് കരഞ്ഞ, ഉറക്കം മാറ്റിവെച്ച് ലൈലത്തുൽ ഖദർ അല്ലാഹുവിനോട് ചോദിച്ച, ശരീരത്തിന്റെ സുഖവും സന്തോഷവും മാറ്റി അള്ളാഹ്ക്ക് വേണ്ടി ഇൽമു പഠിക്കാനും ഖുർആൻ ഓതാനും ദിക്ർ ചൊല്ലാനും ഓടി നടന്ന് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച മനുഷ്യനെ കൊണ്ടുപോയി പള്ളിയിൽ അടക്കം ചെയ്യുമ്പോൾ നിസ്കരിച്ചതിന് വേണ്ടി ആരെയെല്ലാം വായിരിക്കുന്നതവൻ കേട്ടു. പലിശയിൽ നിന്നൊഴിവായതിനു വേണ്ടി ആരുടെയെല്ലാം വായിരിക്കുന്നതവൻ കേട്ടു. അതുപോലെ ഹറാമിയത്തിൽ നിന്ന് ഒഴിവായതിനു വേണ്ടി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞു, അതൊക്കെ അവൻ അനുഭവിച്ചു, സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചപ്പോ അള്ളാഹു അവന്റെ കബറിലേക്ക് മണക്കാട് വലിയ പള്ളിയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മസ്ജിദിന്റെ വള്ളക്കടവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ഖബറടക്കാൻ നേരത്ത് നമ്മളെല്ലാം മിൻഹാ ഖലഖ്നാകുമെന്ന് പറഞ്ഞു മണ്ണ് വാരിയിടുമ്പോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് അവർക്കൊരു ടാറ്റ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് മാത്രമല്ല ടാറ്റ പറയാൻ അറിയൂ, മലക്കുകൾക്കും അറിയാം. ഈ കിടക്കുന്ന മനുഷ്യരോട് പറയും അത്രേ. എങ്ങനെ പറയും? യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂല് നാളെ മണവാളനാക്കാമെന്ന് പറഞ്ഞ സഅദ് റളിയല്ലാഹു അൻഹു, നീ മണവാളനാണ് സഅദ്. എത്ര വലിയ സുന്ദരനും കൊതിച്ചു പോകുന്ന സൗന്ദര്യ റാണിയായ സമ്പന്നരുടെ ഒരു പെൺകുട്ടിയെ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോ ആ സഅദ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ മറന്നുപോയത് എന്തിനു വേണ്ടിയാണ്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാര് വീട്ടിൽ കിടക്കുമ്പോ, നമ്മുടെ മക്കൾ വാപ്പാറെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ, വീട്ടിലുള്ള എയർ കണ്ടീഷൻ റൂമിന്റെ അകത്ത് സുഖലോലുവരാതെ കിടന്നുറങ്ങാനുള്ള ഞാനും നിങ്ങളും റമളാനിന്റെ 26-ാം രാവിലെ അട്ടക്കുളങ്ങര പഴയ കാലത്ത് പറയുന്ന ചോറ്റുപുരപ്പള്ളിയുടെ ആ പള്ളിയുടെ അകത്തളത്ത് വന്നിരുന്നുകൊണ്ട് പരലോകത്തെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുമ്പോ, സുഖങ്ങൾ മാറ്റിവെച്ച മുസ്ലിമേ, സന്തോഷം മാറ്റിവെച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനന്ദം മാറ്റിവെച്ച എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് റളിയല്ലാഹു അൻഹു പട്ടുമത്തയുടെ സുന്ദരിയാര മണവാട്ടിയെ മറന്നുപോയത് അള്ളാഹുവിന് വേണ്ടിയല്ലേ? ഓരോ ചെറുപ്പക്കാരനും കൊതിച്ചു പോകുന്ന സൗന്ദര്യത്തിന്റെ നിറദീപമായിരുന്ന പെൺകുട്ടിയെ പടച്ചോന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി പടപുരുതാൻ ഇറങ്ങി പുറപ്പെട്ട ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കം ചെയ്തപ്പോ മലക്കുകളെ വിളിച്ചു പറഞ്ഞിരുന്നെന്നറിയോ?
ഹല്ലലാ റളിയല്ലാഹു തആല അൻഹു നിക്കാഹ് കഴിഞ്ഞു മണവറക്കകത്ത് ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ അള്ളാന്റെ റസൂൽ യുദ്ധത്തിനിറങ്ങി എന്നറിഞ്ഞപ്പോ, ഇല്ല, എനിക്ക് ഈ സന്തോഷം വേണ്ട, എനിക്ക് ഈ ആനന്ദം വേണ്ട, എന്റെ മുത്തുനബി എവിടെയാണോ ഈ രാത്രിയിൽ എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് വാളിന് മൂർച്ച കൂട്ടിയിട്ട് ഇറങ്ങി ഓടിപ്പോയ ഹല്ലലാ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് തിരിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വിവാഹത്തിന്റെ പ്രഥമ രാത്രിയെങ്കിലും ഒന്ന് ലീവ് എടുത്തുകൂടെ? പ്രവാചകന്റെ പ്രസ്ഥാനത്തിൽ നിന്ന്, പ്രവാചകന്റെ ചെയ്ത വയ്യത്തിൽ നിന്ന്, പ്രവാചകന്റെ പിന്നിൽ അണിനിരക്കാമെന്ന് വാക്കുകൊടുത്തതിൽ നിന്ന് ഈ ഒരൊറ്റ രാത്രിയെങ്കിലും ലീവ് എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോ, എനിക്ക് ലീവ് എടുക്കേണ്ടതും എനിക്ക് വിശ്രമിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും എന്റെ ഖബറിലാന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ജമീലത്തെന്ന് പറയുന്ന ഭാര്യയോട് ഹല്ലലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ, എന്റെ പ്രിയപ്പെട്ട ജമീല, നിന്നോട് സംസാരിച്ച് കൊതി തീർന്നിട്ടില്ല, നിന്നോട് അടുത്തിരുന്ന് നിന്റെ മനോഹരമായ കണ്ണുകള്, നിന്റെ ചുവന്ന അതരങ്ങള് അത് കണ്ടനുഭവിച്ച് ആസ്വദിച്ച് കൊതി തീർന്നു കൊണ്ട് പോകുന്നതല്ല, മറിച്ച് അതിനേക്കാൾ സുഖം എനിക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാ, അതിനേക്കാൾ സന്തോഷം എനിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണിനിരക്കുമ്പോഴാ. ഇൻഷാ അല്ലാഹ് എനിക്ക് ജീവിതം അല്ലാഹു തിരിച്ചു തന്നാൽ, ഈമാൻ അല്ലാഹു ഈമാനോടെ ജീവിക്കാനുള്ള എനിക്കൊരു കാലെങ്കിലും അല്ലാഹു തിരിച്ചു തന്നാൽ, ഇഴഞ്ഞിഴഞ്ഞാണെങ്കിലും തിരിച്ചു വരും പെണ്ണേ എന്ന് പറഞ്ഞിട്ട് മണവറയിൽ നിന്നിറങ്ങിപ്പോയ ഹല്ലലാ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും വെട്ടി 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 വാരി വലിച്ചെറിയപ്പെട്ടു പോരെങ്കിൽ ആ ഹല്ലലാ റളിയല്ലാഹു അൻഹു കിടന്നപ്പോ ഖബറിലേക്ക് മലക്കുകൾ വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഖബറിന്റെ, പ്രവാചകൻ വഫാത്തായി കിടന്നുറങ്ങുന്ന ഖബറിന്റെ വലതുഭാഗത്ത് ഖബർ വെട്ടിയിട്ട് അടക്കം ചെയ്യപ്പെട്ടപ്പോ മലക്കുകൾ വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ പള്ളിക്കകത്ത് നിസ്കരിക്കുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിശലിപ്തമായ കടാര കൊണ്ടുവന്ന് ഉദരത്തിനകത്തേക്ക് കൊത്തിക്കയറ്റിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞപ്പോ ആ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി രാവും പകലും മാറ്റിവെച്ച അലിയാര് തങ്ങളെ പോലെയുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെയുള്ള അബൂ ഹുറൈറയെ പോലെയുള്ള ഖാലിദ് ഇബ്നു വലീദിനെ പോലെയുള്ള സഅദ് ഇബ്നു അബീ വഖാസിനെ പോലെയുള്ള ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അബൂ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരരായ രക്തസാക്ഷികളായ നൂറുകണക്കാര ആയിരക്കണക്കാര സഹാബി വര്യന്മാര് ഖബറിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം പിരിഞ്ഞു പോയപ്പോ മലക്കോള് വിളിച്ചു പറഞ്ഞതെന്തെന്നറിയോ? നമുക്ക് നൗമത്തിൽ അറൂസ്, നമുക്ക് നൗമത്തിൽ അറൂസ്. ഉറങ്ങിക്കോ, ഇനി നിനക്ക് ഉറങ്ങാം. വിശ്രമമില്ലാതെ നീ പ്രവർത്തിച്ചവരല്ലേ അള്ളാന്റെ ദീനിന് വേണ്ടി. ഉറങ്ങാൻ സമയമില്ലാതെ ഭാര്യ ചോദിക്കും, നിങ്ങൾക്ക് ഉറങ്ങിക്കൂടെ മനുഷ്യായിരുന്നു? നിങ്ങളെ ആ മൊയിലാര്, പുതിയൊരു മൊയിലാർ അട്ടക്കുളങ്ങര വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ വന്നാലും നിൽക്കറ്, പള്ളിയിൽ പോയാലും നിൽക്കറ്, നിങ്ങൾക്ക് ഒരു ജോലിയില്ലേ? മൊയിലാക്കന്മാര് പലതും പറയും എന്ന് ഭാര്യ പറയുമ്പോഴും ഉറക്കം മാറ്റിവെച്ച ഭർത്താവ്, മക്കൾ പുലമ്പുമ്പോഴും ഉറക്കം മാറ്റിവെച്ച, ദീനിന് വേണ്ടി പകൽ സമയത്ത് പലപ്പോഴും പലതും ചെയ്തിരുന്ന അവനൊരു മാറ്റം, എന്തൊക്കെയോ ഒരു മാറ്റം. ആ മാറ്റത്തിലൂടെ എല്ലാ മാറ്റങ്ങളും ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് അവൻ വളർന്നു വന്നപ്പോൾ അവനെ കൊണ്ടുപോയി അടക്കം ചെയ്യുമ്പോ നമ്മളെല്ലാം നല്ലവനായിരുന്നു, അവൻ പോയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ അവനെ വിളിച്ചുണർത്തിയിട്ട് പറയും, അല്ലയോ അട്ടക്കുളങ്ങര സ്വദേശിയായ പടച്ചോന് വേണ്ടി 10 ദിവസം ഉറക്കമൊഴിഞ്ഞവൻ, ആ ഉറക്കമൊഴിച്ചിൽ പെരുന്നാളോടുകൂടി നശിപ്പിച്ചു കളയാത്തവൻ, അവനോട് വിളിച്ചു പറയാൻ നൗമത്തിൽ അറൂസ്, ഒരു പുതുമാപ്പിള ഉറങ്ങണ പോലെ കിടന്നുറങ്ങിക്കും. പുതുമാപ്പിള ഉറങ്ങണ പോലെ കിടന്നുറങ്ങിക്കോളാൻ. പുതുമാപ്പിള എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാലും ഉറങ്ങാത്ത പോലെയാണ്. അതാണ് അന്നത്തെ ദിവസം. അങ്ങനെ കിടന്നുറങ്ങിക്കോളാൻ ആ മനുഷ്യനോട്, ആ മയ്യത്തിനോട് വിളിച്ചു പറയപ്പെടുമെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയോ? അവര് ഈ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ചോദിക്കുമത്രേ, മംബഅസനാ മിൻ മർഖദിനാ ഹാദാ, ആരാ നല്ല ഉറക്കമായിരുന്നല്ലോ, ആരാ വിളിച്ചുണർത്തിയത്? സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു ഖബറിൽ, എത്ര വർഷമായി. അങ്ങനെ ഉറങ്ങണ എത്രയോ ആൾക്കാർ നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാനിലുണ്ട്. ഉറങ്ങണമെങ്കിൽ അങ്ങനെ ഉറങ്ങണം, അല്ലാതെ അങ്ങനെയല്ല. ഉറങ്ങണമെങ്കിൽ അങ്ങനെ ഉറങ്ങണം.
എങ്ങനെ? മംബഅസനാ മിൻ മർക്കദിനാ, അതാരാ ഇവിടെ നിന്ന് വിളിച്ചുണർത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് പരലോകത്തേക്ക് എഴുന്നേറ്റ് വരണം. മംബഅസനാ മിൻ മർക്കദിനാ, അങ്ങനെ ചോദിക്കാനുള്ള ഭാഗ്യം തരട്ടെ. വലിയ പാടാണ്, ആമീൻ പറയാം, അത്രയേ ഉള്ളൂ, ദുആ ചെയ്യാം. അങ്ങനെ ചോദിക്കുന്നവരൊക്കെ ആൺകുട്ടികളാണ്. അങ്ങനെ ചോദിക്കണം. അങ്ങനെ ചോദിക്കാൻ പറ്റിയ അതൊരു വലിയ നേട്ടമാണ്. പറ്റുമെന്നൊന്നും തോന്നണില്ല. നമ്മുടെയൊക്കെ ജീവിത രീതിയും പിന്നെ നമ്മുടെ ബന്ധങ്ങളും സാമ്പത്തിക ഇടപാടുകളും പിന്നെ സ്വഭാവ സംസ്കരണങ്ങളും സംസാരത്തിന്റെ നികൃഷ്ടതകളും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ റമളാനിന്റെ രാത്രിയുടെയൊക്കെ ബറക്കത്തുകൊണ്ട് ദുആ ചെയ്ത് അള്ളാഹ് നടത്തി തന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ ആരാണ് ഈ പരലോകത്തേക്ക് ഉയർന്നെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ ഹാദാ യൗമുൻ നദാമ, ആരാ ഇപ്പൊ പരലോകത്തേക്ക് കൊണ്ടുവന്ന് ഇതൊരു ഖേദത്തിന്റെ ദിവസമാണല്ലോ എന്ന് പറയുന്നത് ആരാന്നറിയോ? ആരാ? സത്യനിഷേധികളായി മരിച്ചുപോയവരാണ്, അള്ള വെറുത്തവരായി മരിച്ചുപോയവരാണ്, അള്ള ഇഷ്ടപ്പെടാത്തവരായി മരിച്ചുപോയവരാണ്. റഹ്മത്തിന്റെ മലക്കുകൾ അവന്റെ മയ്യത്ത് പരിപാലനത്തിന് അടുത്തു വരാതെ മരിച്ചുപോയവരാണ്. ഞാൻ പറയാൻ, നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ വലിയ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാപ്പാടെയും ഉമ്മാമാടെയും ഫോട്ടോ. പണ്ട് കാലത്ത് ഉപ്പാപ്പ മരിച്ച് 3 വർഷമായെങ്കിലും 30 വർഷമായെങ്കിലും ഉമ്മാമാക്ക് ഇപ്പോഴും പണ്ടത്തെ ഉപ്പാപ്പയുടെ ഫോട്ടോ കണ്ടുകൊണ്ടിരുന്നെങ്കിലേ ചോറതങ്ങുള്ളൂ. അങ്ങനെ ഫോട്ടോ എടുത്ത് വീടിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചുകൊണ്ട് വെച്ചിങ്ങനെ എത്രയോ ഉമ്മാമാരുണ്ട്. ഒഴിവാക്കണം, അതൊക്കെ ഒഴിവാക്കണം. ഒന്നുമല്ലെങ്കിലും അത് നിങ്ങളെല്ലാം പഴയ കാലത്ത് പണ്ടുള്ള ഒരു ജീവിതമൊക്കെ ഒഴിവാക്കണവരാ. വീട് വെക്കുമ്പോൾ അത് പഴയ മോഡലൊന്നും വെക്കൂല, എല്ലാം പുതിയതാ. അപ്പൊ അതുകൊണ്ട് പുതിയ മോഡലാണ് ഫോട്ടോ ഇല്ലാത്തത്. ഇന്ന് കരുതിയാൽ മതി, വേദനിക്കേണ്ട ആവശ്യം. റഹ്മത്തിന്റെ മലക്കുകൾ വരൂലെന്ന, ജീവനുള്ള ഒരു വസ്തുവിന്റെ ചിത്രം നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ വരൂലെന്ന. ഇതൊന്നും ചെറിയ കാര്യമില്ല. നമ്മൾ പറയും പിന്നെ പടച്ചോ, പിന്നെ അത് നോക്കിക്കൊണ്ടിരിക്കാൻ പോയി, എന്റെ മേശപ്പുറത്തിരിക്കണ ആനക്കുട്ടിയാണ് അള്ള നോക്കാൻ പോകണം, അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. റസൂലുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവ്യമാണ്. അത് ഞാനും നിങ്ങൾ ചിന്തിക്കണ പോലെ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ച് എന്തു വേണം. ഇപ്പൊ ലൈലത്തുൽ ഖദറില്ല, ഇപ്പൊ ഖുർആൻ ലോകത്ത് ഇറങ്ങിയതല്ല, എഴുതിയതാണ്. അങ്ങനെ ഒരുപാട് വരും. ചിന്ത ഇങ്ങനെ കൂടിയാൽ പലതും തോന്നും. അങ്ങനെ യുക്തി കൊണ്ട് ചിന്തിച്ച് അവസാനം ഇതൊക്കെ എല്ലാം ഹലാലാക്കി, ഹറാമായതെല്ലാം ഹലാലാക്കി നമ്മളിങ്ങനെ വളരെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ സത്യനിഷേധികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ റഹ്മത്തിന്റെ മലക്കുകൾ ആ മയ്യത്തിന്റെ പരിസരത്ത് വരില്ല. അവനെ കുളിപ്പിക്കാൻ, അവനെ കഫൻ പൊതിയാൻ, അവനെ കൊണ്ടുപോകാൻ ഒരൊറ്റ റഹ്മത്തിന്റെ മലക്ക് പോലും ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആ മയ്യത്തുകൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വിളിച്ചു പറയണത് എന്താണെന്നറിയോ? അതാ യൗമുൻ നദാമ, ഇതൊരു ഖേദത്തിന്റെ ദിവസം തന്നെയാണ്. ഇതൊരു ഖേദത്തിന്റെ ദിവസം. ഇത്രയും നാള് ഖബറിന്റെ അകത്ത് അള്ളാഹു കാണിച്ചു തന്ന നരകത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട്, ആ നരകത്തിന്റെ ഭയാനകരമായ ദൃശ്യം കണ്ടുകൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഖബറിന്റെ ശിക്ഷ അനുഭവിച്ചുകൊണ്ട്, നിലവിളിച്ചുകൊണ്ട് കഴിഞ്ഞവരാ നമ്മള്. ഇപ്പോഴിതാ പരലോകമായി ഹാദാ യൗമുൻ നദാമ, ഇതൊരു ഖേദത്തിന്റെ ദിവസമാണ്. ഇവിടെയാണ് പടച്ചതമ്പുരാ പ്രതിഫലം തരുന്ന ദിവസം. അനുഗ്രഹീത ഖുർആനിന്റെ സൂറത്തുൽ അംബിയാ, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ. ഇഖ്തറബ എന്ന അറബി വേർഡ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ്. അതിനേക്കാളും അടുത്ത പിന്നൊന്നുമില്ല. ഞാൻ ഈ കസേരയോട് ഏറ്റവും ഇഖ്തറബ, അടുത്തിരിക്കാൻ, ഇതിനേക്കാൾ അടുത്ത് പിന്നെ എന്റെ ശരീരത്തിൽ വേറൊന്നുമില്ല, അത്രയ്ക്ക് അടുത്തിരിക്കാൻ. ഇത് പറഞ്ഞതുപോലെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഭാഷയാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യർക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുകയാണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഗ്രിദൂൻ, പക്ഷേ അവൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ? അശ്രദ്ധനായി. ഖിയാമത്ത് നാളല്ലേ, ഒരുപാട് കാലം കഴിഞ്ഞ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കടയുടെ കണക്ക് ക്ലിയർ അല്ലേ? ആണ്. നമ്മളൊരു കച്ചവട സ്ഥാപനത്തിൽ നിന്നാൽ അതിന്റെ കണക്ക് വളരെ ക്ലിയർ ആക്കി എഴുതി വെച്ചില്ലെങ്കിൽ അന്ന് തറാവീഹിന് പോലും വരൂല. എന്താ തറാവീഹിന് താമസിച്ചത്? ഇതിന് കണക്കുണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തില്ല. എവിടെ പോയിരുന്നു? ഞാനിവിടെ ഇല്ലായിരുന്നു. 1-2 കേസെടുത്ത് ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. പള്ളി കണ്ടില്ല, 1-2 തിരക്കായിരുന്നു. കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു കണക്ക് കൂട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ തിരക്കായി പോയി. ആ കണക്ക് മനുഷ്യനെ ബോധ്യപ്പെടുത്താനുള്ള, ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ കണക്ക് ബോധ്യപ്പെടുത്താനുള്ള, നമ്മുടെ ശരീരത്തെ സ്വമനസ്സിനെ ബോധ്യപ്പെടുത്താനുള്ള ആ കണക്കിന് വേണ്ടി മനുഷ്യൻ എല്ലാം മാറ്റിവെക്കുമ്പോൾ പരലോകത്തെ കണക്ക് അവിടെ ശൂന്യമായി കിടക്കുകയാണ്. എല്ലാ കണക്കും പരലോകത്ത് വ്യക്തമാണ്. നീ പ്രായപൂർത്തിയായത് മുതൽ, ഈ പള്ളിക്കകത്തിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, പ്രായപൂർത്തിയായത് മുതൽ 14 വയസ്സാകട്ടെ 15 വയസ്സാകട്ടെ, ആ സെക്കൻഡ് മുതൽ
പിന്നെ നിനക്ക് അള്ളാഹു ജീവിക്കാൻ ഒരു സെക്കൻഡ് തന്നിട്ടുണ്ടോ? അതിന് നീ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും. പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ആ കഴിഞ്ഞുപോയ ഗതകാല ജീവിതത്തിൽ ചെയ്തുപോയ പാതകങ്ങളെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ പവിത്രമായ പള്ളിക്കകത്തിരുന്ന് ദുആ സ്വീകരിക്കപ്പെടുന്ന രാവുകളിൽ അള്ളാഹുവിനോട് കരഞ്ഞു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. ഇല്ലാതെ പടച്ചോന്റെ മുമ്പിൽ ചെല്ലേണ്ട. കണക്ക് ക്ലിയർ ആയിരിക്കണം. പരലോകത്തെ കണക്ക്. അവിടെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യന്റെ വിചാരണ, മനുഷ്യനോടുള്ള ചോദ്യം ചെയ്യൽ അടുത്തിരിക്കുകയാണ്. പക്ഷേ വഹും ഫീ ഗഫലത്തിൻ മുഅ്രിദൂൻ, മനുഷ്യൻ ദുനിയാവിന്റെ കണക്കിൽ അശ്രദ്ധപ്പെട്ട് കിടക്കാണ്. പരലോകം അവന് മറന്നുപോയിരിക്കുകയാണ്. പരലോകം അവൻ മറന്നുപോയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വ്യക്തമായ കണക്ക് നാം ചെയ്തു പോയതെല്ലാം. ഇഖ്റ മാലി ഹാദൽ കിതാബ് മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹസാഹാ. എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ നരകങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കുമെന്നാണ്. അവിടെ കൂടിയവർക്ക് സ്വർഗ്ഗ നരകങ്ങളെ ആദ്യം അല്ലാഹു ഒന്ന് കാണിച്ചു കൊടുക്കുമെന്നാണ്. സ്വർഗം കാണുമ്പോ എല്ലാ മനുഷ്യരും പറയും വബിശ്റൂ ബിൽ ജന്നത്തില്ലതീ കുന്തും തുഅദൂ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ, ആ സ്വർഗമിതാ കാണിക്കപ്പെടുകയാണ്, സന്തോഷിക്കുക എന്ന് പറഞ്ഞിട്ടോ വഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്, മുഴുവനും ഖുർആനാണ്. പരലോകം ഞാൻ എഴുതിയുണ്ടാക്കിയതല്ല. നമ്മൾ ഓതുന്ന ഖുർആൻ, നമ്മളെ സംസ്കരിച്ചെടുക്കേണ്ടുന്ന ഖുർആൻ, സൽവഴിയിലൂടെ സഞ്ചരിപ്പിക്കുക, സൃഷ്ടാവിന്റെ സമ്മാനമായി ലോകത്ത് നമ്മുടെ കൈക്കുമ്പിളിൽ അല്ലാഹു അവതരിപ്പിച്ചു തന്ന ഖുർആൻ. ആ ഖുർആൻ പറയാണ് പരലോകത്ത് ഉണർന്നു വന്ന ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന എല്ലാ മനുഷ്യരും ചോദിക്കുമത്രേ, നരകത്തെ ദൂരെ നിന്നുകൊണ്ട് അള്ളാഹു നരകത്തെ കാണിച്ചു കൊടുക്കുമ്പോ ഹൽ മറദ്ദ മിൻ സബീൽ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം പടച്ചോനെ, വല്ലാഹി എങ്ങനെയെങ്കിലും ഈ പരലോകത്ത് നിന്ന് രക്ഷപ്പെടണം. ആ നരകം, അവിടെ നിന്ന് നരകം ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണുമ്പോ തന്നെ പേടിച്ചു പോവാ റബ്ബേ, സഹിക്കാൻ പറ്റുന്നില്ല. ഹൽ മറദ്ദ മിൻ സബീൽ, ഖുർആൻ പറയാൻ. അവൻ ചോദിച്ചു പോകും, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ദുനിയാവിലേക്കൊന്ന് കൊണ്ടുപോയിരുന്നെങ്കിൽ, ഇനി ഞാൻ വല്ലാഹി സത്യം, ഇനി ഞാൻ പലിശ വാങ്ങൂല, ഇനി ഞാൻ കള്ളു കുടിക്കൂല, ഇനി ഞാൻ, ഇന്നലെ ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഫാൻസ് അസോസിയേഷന് വേണ്ടി പ്രവർത്തിക്കൂല. അവര് വളരട്ടെ, അവര് സിനിമ പ്രവർത്തിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യുവത്വമുണ്ടല്ലോ, അള്ളാഹു തന്ന ഈ യുവത്വം വ്യക്തമായി നാളെ പരലോകത്ത് നമ്മൾ കണക്ക് പറയേണ്ടി വരും. നാളെ അത് ഞാൻ പറയുന്നുണ്ട്, അള്ളാഹിന്റെ മുന്നിൽ വ്യക്തമായി പറയേണ്ടി വരും. ഇന്നൊരു സഹോദരനോട് പറഞ്ഞത്, ഉസ്താദേ, ളുഹർ കഴിഞ്ഞപ്പോഴോ അസ്ർ കഴിഞ്ഞപ്പോഴോ എന്നോട് പറഞ്ഞ, ഉസ്താദേ, ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ തന്നെ തോന്നണില്ല. എന്തുകൊണ്ടാ? ഒരു വാക്ക് എന്റെ നാവ് കൊണ്ട് എനിക്ക് മിണ്ടാൻ പോലും തോന്നണില്ല. എന്തുകൊണ്ടാ? അത്രത്തോളം ഭയം. ഖബറിൽ ഞാൻ മാത്രമുള്ള എന്റെ ഖബറിൽ സംസാരം സൂക്ഷിക്കണമെന്ന് ഇന്നലെ ഉസ്താദ് പറഞ്ഞെങ്കിൽ ഒരക്ഷരം നേരം വെളുത്തിട്ട് എനിക്ക് മിണ്ടാൻ തോന്നണില്ല. അത്രത്തോളം മനസ്സുകൾക്കൊരു മാറ്റം വരികയാണെങ്കിൽ ആ മാറ്റം ഈമാനിന്റെ മാറ്റൊളിയായിട്ട് പരിവർത്തിപ്പിക്കപ്പെടാനാണ് റമദാനിന്റെ രാത്രികളെ നമ്മൾ മാറ്റുക. ഒരു സഹോദരൻ പറഞ്ഞത്, ഈത്തിക്കാഫ് 30 ദിവസം ആക്കാൻ പോകുന്ന അടുത്ത വർഷം. 10 ദിവസമല്ല, 30 ദിവസം. ആലോചിച്ച് നോക്കി എന്ത് പ്രതിഫലമായിരിക്കും കിട്ടുന്നത്. നല്ല നീയത്താണെങ്കിൽ. ഇല്ലെങ്കിൽ മട്ടൻ ബിരിയാണിക്ക് മാത്രമാണെങ്കിൽ പോയി. നമ്മൾ ആലോചിച്ച് നോക്കി, നല്ല നീയത്താണെങ്കിൽ എന്ത് പ്രതിഫലവും. ഇത് കളിച്ച കാര്യമാണോ? നിസ്സാരമായ കാര്യമാണോ? അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്ത് ഞാനും നിങ്ങളും വന്നിരുന്ന ഇൽമു പഠിക്കുകയാണ്. അത് നിസ്സാരമല്ല, അത് തമാശയല്ല. അപ്പൊ അതിന് പ്രതിഫലം അള്ളാഹ് തരികയാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അത് വാങ്ങാനുള്ള നല്ല ഉണർവും ഉന്മേഷവും നീയത്തും ഒക്കെ നമുക്ക് ഹൃദയത്തിലുണ്ടാവണം. എങ്കിലത് അള്ളാഹു തരും. അള്ളാഹു നമ്മുടെ നീയത്തിനെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മളാകെ നീയത്ത് നന്നായി ചെല്ലുന്നത് ഉസ്താദ് പറഞ്ഞ നവൈത്തു സൗമദിന് എന്നതായി മാത്രമാണ് എന്ന് പറഞ്ഞാൽ തറാവിയ തീർന്ന സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് ആദിഹി സനത്തിലില്ലാഹി തആല, എങ്ങനെയെങ്കിലും കബൂലായെന്ന് എഴുന്നേറ്റ് പോകണം. പക്ഷേ നമ്മുടെ ബാക്കി എല്ലാ നീയത്തും അതേപോലെ പരസ്യമായും രഹസ്യമായും കബൂലാകണം. എങ്കിൽ രക്ഷപ്പെടും. എങ്കിൽ ഞാനും നിങ്ങളും രക്ഷപ്പെടും. എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാരണം എന്തെന്നറിയോ? എന്തിന് ഞാൻ യുവാക്കളെ എന്ന് പറയാൻ? ഇന്ന് ഞാൻ വർക്കല പ്രസംഗിച്ച് തീരാറായി ദുആടെ സമയമായപ്പോ ഒരു വണ്ടിക്കകത്ത് ഇവിടെ നിന്നുണ്ട് ഒരു 7 ചെറുപ്പക്കാർ. ഇത്രയും ദിവസം ഇവിടുത്തെ പ്രസംഗം കേട്ട് ദുഹറിന് ശേഷമുള്ള നസീഹത്ത്, ഇവിടുന്ന് ചെറുപ്പക്കാർ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ മൊത്തവും കറങ്ങി. ഇനി വർക്കല പോകാനുള്ള സ്ഥലമില്ല പ്രസംഗമൊക്കെ. അവിടെ ഒന്നും പ്രസംഗമില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിന്ന് സ്റ്റേജിലെത്തിയപ്പോൾ ദുആടെ സമയമായി. അത്രത്തോളം കറങ്ങി നടന്നിട്ട് അവിടെ വന്നിരിക്കുകയാണ്. കാരണം എന്താ? വയസ്സായവരെ കൊണ്ട് പറ്റുമോ?
വയസ്സായവർ ഇപ്പൊ തന്നെ പറയാം അമ്മക്ക് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു, ഇവിടെ നമ്മൾ തന്നെ സഹിക്കുന്ന അവിടെ മകറിയ. പക്ഷെ ചെറുപ്പക്കാർക്ക് ആ ചിന്ത വന്നില്ലേ? ആ ചിന്ത അവരുടെ മനസ്സിനകത്ത് അല്ലാഹു കൊടുത്തെങ്കിൽ അവർക്ക് പ്രതിഫലവും കൂടുതലാണ്. അവർക്ക് പ്രതിഫലം കുറവല്ല, യുവാക്കൾക്കാണ് പ്രതിഫലം കൂടുതൽ. അതുകൊണ്ടാണ് അവരെ ആ സമയം, വലിയ കഷ്ടപ്പാടാണ് ആ സമയം ചിലവഴിക്കാൻ. എന്റെ മുമ്പിലിരിക്കുന്ന ഉപ്പമാരൊക്കെ അവരുടെ യുവത്വത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ആ 50ഉം 60ഉം വയസ്സായ ആരെങ്കിലും പള്ളിക്കകത്തുണ്ടെങ്കിൽ അവരുടെ 18നെ കുറിച്ചും 28നെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ബഹുകേമമായിരിക്കും. അവർ പറയും, അള്ളാഹു സാറെ പള്ളിക്കകത്തിരുന്ന് ചിന്തിക്കാൻ പറ്റുന്നതൊന്നുമല്ല. പലരും ചിലപ്പോൾ പറയും. കാരണം എന്താ? നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ചിന്തിച്ചു നോക്കണം. കിട്ടിയ സമയം, കിട്ടിയ അവസരം, ഇമാം ഗസാലി റഹിമഹുല്ലാ പറഞ്ഞത് അവസരം ഉപയോഗപ്പെടുത്താത്തവൻ പമ്പര വിഡ്ഢി എന്നാണ്. അവസരം ഉപയോഗപ്പെടുത്താത്തവൻ വിഡ്ഢി എന്നാണ്. അവനെക്കാളും വലിയൊരു വിഡ്ഢിയില്ല. ഈ ഒരു അവസരം നമുക്ക് കിട്ടിയെങ്കിൽ അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? എത്രയോ കടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. കോഴിക്കോട് ഭാഗത്തു നിന്നൊക്കെ വന്ന് തിരുവനന്തപുരം മറ്റേ ടെക്സ്റ്റൈൽസിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ ഇതിനകത്തുണ്ട്. അവര് പറയാൻ, കിട്ടിയ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താണ് ഉസ്താദേ, കിട്ടിയ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താണ്. അതുകൊണ്ട് രാത്രി സമയം, പകൽ മുഴുവനും നോമ്പുകാരായി കടയിൽ ജോലി ചെയ്യുമ്പോഴും രാത്രി സമയം ഒരു പോള കണ്ണടയ്ക്കാതെ വന്നിരുന്നുകൊണ്ട് അട്ടക്കുളങ്ങര പള്ളിക്കകത്ത് വന്നിരുന്നുകൊണ്ട് ദിക്റും ദുആയും സ്വലാത്തുമായി കൂടുന്നത് വല്ലാത്തൊരു അനുഭൂതിക്ക് വേണ്ടിയാണ്. ആ അവസരം ഉപയോഗപ്പെടുത്താതെ വീട്ടിൽ കിടന്നുറങ്ങാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. കടയുടെ ഷെഡിൽ കിടന്നുറങ്ങാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അവസരം ഉപയോഗപ്പെടുത്തണം നമ്മൾ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ യുവത്വം, നമ്മുടെ പ്രസരിപ്പിന്റെ, രക്തത്തിളപ്പിന്റെ, എന്തും തോന്നിയതുപോലെ ചെയ്യാൻ തോന്നുന്ന പ്രായത്തെ, അല്ലാഹു തോന്നിയതുപോലെ ശരീരത്തെ അഴിച്ചുവിടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നാളെ പരലോകത്ത് അങ്ങനെ പടച്ച തമ്പുരാൻ ഒരുമിച്ച് കൂട്ടി നിർത്തപ്പെടുമ്പോ അല്ലാഹു നമ്മുടെ കിതാബ് നമ്മുടെ കയ്യിലേക്ക് തരും. അല്ലാഹു സ്വർഗനരകങ്ങളെ കാണിച്ചു കൊടുത്ത് മനുഷ്യനിങ്ങനെ സ്വർഗത്തിലേക്ക് ആഗ്രഹിക്കുകയും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കിതാബ് നമ്മുടെ കയ്യിൽ അല്ലാഹു തരാണ്. ആ കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിം കാർഡ് പോലെ വൈറസ് കയറുന്ന കിതാബല്ല, മെമ്മറി കാർഡ് പോലെ വൈറസ് കയറൂല. ബ്ലൂടൂത്ത് ഓണാക്കുമ്പോ അവന്റെ കിതാബിന് എന്റെ കിതാബിലോട്ട് കയറൂല. ഇന്ന് ചെറുപ്പക്കാർക്ക് പള്ളിക്കകത്ത് വന്നാൽ നിന്റെ ഓണാക്കിയാടാ, എന്റെ ഓണാക്കി, ഇതങ്ങോട്ട് എല്ലാവരും ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞ ഓഫ് ആവുള്ളൂ. റമദാനിന് വേറെ ഒരു ജോലിയില്ല, കുറെ എണ്ണം ഉണ്ട് ഇങ്ങോട്ട് വരിക. പള്ളിക്കകത്ത് മലന്നങ്ങ് കിടക്കും, മലന്നടിച്ച്. അവിടെ കിടക്കുന്നവരെ കുറിച്ചല്ല പറയാം, ഇതിനകത്ത് കിടക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ ഈ പള്ളിയെ നമ്മൾ എന്തായിട്ടാ കാണണേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. മൊബൈൽ അങ്ങോട്ട് എടുത്തു വെച്ച് അള്ളാഹുവിന്റെ പള്ളിയാണ് എന്നാ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ വന്നിരുന്നാ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഗെയിം കളിക്കാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓണാക്കിയിട്ട് പാട്ടയക്കാനും അല്ല റമദാനിന്റെ സമയം ചിലവഴിക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹീത് നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കേട്ടേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ, മൊബൈൽ നിങ്ങൾക്ക് അതിലൂടെ കേട്ടേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിനകത്ത് അനുഗ്രഹീതമായ ഖുർആൻ, ആ ഖുർആൻ ഒന്ന് സേവ് ചെയ്തിട്ടേ. എന്നിട്ട് നിങ്ങൾ രാത്രി തറാവി കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങുമ്പോൾ അത് കേട്ടേ പറ്റൂ. അത് കേട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല എന്ന് പറഞ്ഞ മൊബൈലിൽ ഇങ്ങനെ ഹെഡ്സെറ്റ് കൊടുത്ത് ചെവിയിൽ വെച്ചിട്ട് അനുഗ്രഹീതമായ ഖുർആൻ കേട്ടുകൊണ്ടൊന്ന് കിടന്നുറങ്ങി. എന്ത് രസമായിരിക്കും ആ രാത്രി, എന്ത് സുഖമായിരിക്കും ആ രാത്രി, എന്ത് അനുഭൂതിയായിരിക്കും ആ രാത്രി. ഖുർആനിന്റെ അർത്ഥം പറഞ്ഞ് ഓതിയുണ്ടല്ലോ, നമ്മുടെ തറാവിയൊക്കെ കണ്ണുനീര് കൊണ്ട് കുതിരും ഖുർആനിന്റെ അർത്ഥം പറഞ്ഞു ഓതിയാൽ. അള്ളാഹു നമുക്ക് ഖുർആന്റെ അർത്ഥം പഠിക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത റമദാന് ഞാനിവിടെ ആയുസ്സോടുകൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പൊ ആയുസ്സോടുകൂടി എവിടെ ഉണ്ടെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കും. ഇവിടെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു ഖുർആൻ പഠന വേദി എന്റെ മനസ്സിന്റെ ഒരു ആഗ്രഹമാണ്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നടത്തണമെന്ന്, പക്ഷേ ചെറിയല്ലേ ഉള്ളൂ ഞാൻ, എന്നെ കൊണ്ട് പറ്റണല്ലേ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാത്ത ആരുണ്ടെന്ന് എനിക്ക് വളരെ വേദനയുണ്ട്. തട്ടത്തുവല മുസ്ലിം ജമാഅത്തിൽ ഈത്തിക്കാഫിന് വേണ്ടി വന്ന 100 കണക്കായ സഹോദരങ്ങൾ അവസാനം ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാത്തൊരു കൈവെക്കാൻ പറഞ്ഞപ്പോ 4-5 പേരൊഴിച്ച് ബാക്കി എല്ലാവരും വളരെ ആവേശത്തോടി പോക്കാണ്. സത്യം പറയാൻ അവർക്ക് മനസ്സ് വന്നു, അത് വേറെ വിഷയം. എന്റെ മുമ്പിൽ എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്തെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ആ തരത്തിൽ അവർ മാറി. പക്ഷെ അവര് എന്റെ പ്രിയമുള്ള 70ഓളം പേർക്ക് 40 വയസ്സ് കഴിഞ്ഞ 70ഓളം പേർക്ക് അവിടെ ഖുർആൻ ക്ലാസ് ഞാൻ തുടങ്ങി. ഒരായത്തൊരാൾ ഓതിയപ്പോണ്ടല്ലോ ഖുർആൻ എടുത്തു വെച്ച് ജീവിതത്തിൽ ആദ്യമായി ഖുർആൻ കണ്ടിട്ടേ ഉള്ളൂ, മക്കൾ ഓതുന്നത് കേട്ടിട്ടേ ഉള്ളൂ, ഖുർആനിന്റെ പരിഭാഷയിലൂടെ മലയാളം വായിച്ചിട്ടേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി പഠിപ്പിച്ചു. അത് പഠിച്ചിട്ട് ഖുർആനിന്റെ ഒരു ആയത്ത് നമുക്ക് ഓതണം ഉസ്താദ് എന്ന് പറഞ്ഞു. അപ്പൊ എളുപ്പത്തിന് വേണ്ടി ഞാൻ അർ-റഹ്മാൻ സൂറത്ത് എടുത്തു കൊടുത്തു. അതൊരു വല്ലാത്ത ഒരു വശ്യതയുള്ള സൂറത്താണ്. അർ-റഹ്മാനിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരു സൂറത്തിലും ഇല്ലാത്ത പ്രത്യേകതകളുണ്ട്. ഇൻഷാ അല്ലാഹ് 27 രാവിലെ അത് പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇരുപത്തേഴ് രാവിലെ പറയണമെന്ന് പറഞ്ഞാൽ നാളെ ആയതിപ്പോ നമ്മൾ പരലോകം തീരുന്നതുമില്ല. നമ്മൾ ആലോചിക്കണം. ആ അർ-റഹ്മാൻ എടുത്തു വെച്ചിട്ട് ആ പിതാവിനോട് ഓതാൻ പറഞ്ഞു. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമിൽ പഠിപ്പിച്ച അർ-റഹ്മാൻ ഉണ്ടല്ലോ, അർ-റഹ്മാൻ തന്നെയാണ് ഇതിലെ അർ-റഹ്മാൻ. അങ്ങനെ അദ്ദേഹം അത് നോക്കിയിട്ട് അദ്ദേഹം പറയുന്നു, പരിചയമുള്ള അക്ഷരമാണല്ലോ ഉസ്താദ്. ഞാൻ പറഞ്ഞു ബിസ്മിയിൽ നിങ്ങൾ പഠിച്ചതാ. എടുത്തു വെച്ചിട്ട് അദ്ദേഹം അർ-റഹ്മാനു അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ആയത്തോതിയിട്ട് മടക്കി വെച്ചിട്ട് ഒരുപാട് സമയം പൊട്ടിക്കരഞ്ഞിട്ട് പറയാണ്, ഉസ്താദേ, മരിക്കുന്നതിന് മുമ്പ് ഖുർആൻ കണ്ട ഒരായത്തെങ്കിലും എനിക്ക് ഓതാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ഒരു ഭാഗ്യം കെട്ടവനായി പോയനെ. ഇത്രത്തോളം സുഖമുള്ള ഖുർആൻ, ഇത്രത്തോളം വശ്യതയുള്ള ഖുർആൻ, ഇത്രത്തോളം മനസ്സിന് സുഖം തരുന്ന ഖുർആൻ, ആ ഖുർആൻ എടുത്തു വെച്ചിട്ട് നോക്കി പഠിച്ചൊന്ന് ഓതാൻ പറ്റാതെ ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എന്തോ ഒരു ഭാഗ്യം കെട്ടവനായി പോയനെ. അൽഹംദുലില്ലാ, ഉസ്താദിന് അല്ലാഹു ആയുസ്സുമെന്ന് പറഞ്ഞ് ഖുർആനിന്റെ കടലാസ് നോക്കി മണിക്കൂറുകളോളം പൊട്ടിക്കരഞ്ഞു പോരെങ്കിൽ ഇതിനകത്ത് ഇന്നും ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാത്ത എത്രയോ പേരുണ്ട്. മദ്രസയിൽ പോകാൻ ഭാഗ്യം കിട്ടാത്ത എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മുടെ ഈ മദ്രസ പോലും ദുരുപയോഗപ്പെടുത്തുകയല്ലേ. ഖുർആൻ പഠിക്കുന്ന പ്രായമാകുന്നതിന് മുമ്പ് നമ്മുടെ ആണും പെണ്ണുമായ മക്കളെ ആ പഠിത്തം നിർത്തിയിട്ട് നമ്മൾ എന്തും മലമറയ്ക്കാനാ പറഞ്ഞുവിടുന്നത്. പ്രിയപ്പെട്ട ഉപ്പമാരെ, എനിക്കതാണ് മനസ്സിലാകാത്ത എത്രയോ മക്കളാ പാഠം മദ്രസ മതിയാക്കി പോയവരല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ പഠിക്കാൻ ഒരു ഉസ്താദും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പള്ളിയിലേക്ക് വന്ന് ഈ അടുക്കി വെച്ചിരിക്കുന്ന ഖുർആനിൽ നിന്ന് ഒന്നെടുത്ത് നിവർത്തി വെച്ചിട്ട് നിങ്ങൾ അറിയാതെ വിരൽത്തുമ്പ് കൊണ്ട് ഓടിച്ചു പോയാൽ അതിന് പോലും പ്രതിഫലമുണ്ട്, അതിന് പോലും പ്രതിഫലമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പ് വന്ന അന്തരാല സഹാബികൾ, കണ്ണു കണ്ടുകൂടാത്ത സഹാബികൾ, അവര് ഖുർആൻ ഓതിയത് എങ്ങനെയെന്നറിയോ? അവരുടെ വിരൽത്തുമ്പ് വെച്ചാണ് അവർ ഖുർആനിന്റെ ആയത്തിലൂടെ ഓടിച്ചത്. ഓതുന്നവരുടെ അടുത്ത് പോയിരുന്ന കാതു വെച്ച് ഖുർആൻ കേട്ടുകൊണ്ടാണ് നിർവൃതി അറിഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പഠിക്കുക. ഈ റമളാൻ മാസത്തിലെ മൊബൈലിലൂടെ പരസ്പരം നമ്മൾ കളിക്കുമ്പോ ചിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹറം ഷരീഫിലെ തറാവിഹ് നമസ്കാരത്തിന്റെ എത്രയോ CD കാസറ്റുകൾ ഉണ്ടടാ. അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കമ്പ്യൂട്ടറിലൂടെ നിന്റെ മെമ്മറി കാർഡിനകത്തേക്ക് കയറ്റിയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ ഹിന്ദി പാട്ട് കേൾക്കുന്നതിന് പകരം ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്നതിന് പകരം ആ ഖുർആൻ നിന്റെ കാതുകളിലേക്ക് മുഴങ്ങി കേൾക്കുമ്പോ അറിയാതെ നീ ഹിദായത്തിലാകുമില്ലേ? അറിയാതെ അള്ളാന്റെ സഹായം നിനക്കെത്തില്ലേ? അള്ളാഹു നമ്മെ പടച്ചവന്റെ സഹായത്തിന് താഴെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ കിതാബ് വായിച്ചു നോക്കുമ്പോ നിന്റെ മൊബൈലിനകത്ത് നീ കണ്ട അശ്ലീലമായ മെസ്സേജിന്റെ ചിത്രം പോലും ആ സമയം പോലും അതിനകത്ത് അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കും. നീ പറയും, പടച്ചവനെ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ആരും അറിഞ്ഞില്ല. എന്റെ റൂമിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണ്, ലൈറ്റ് ഓഫ് ചെയ്ത് എന്റെ മൊബൈലിൽ കിടക്കുന്ന ചിത്രം ഞാൻ കണ്ടുകൊണ്ട് കിടന്നത്. ഈ പരലോകത്ത് പടച്ചോൻ തന്ന കിതാബിനകത്തോ മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. ആ സമയം, ആ മണിക്കൂർ ഞാൻ കയ്യിൽ റിമോട്ട് വെച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിയ സമയം വരെ ഈ കിതാബിനകത്തുണ്ടല്ലോ പടച്ചവനെ. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ കിതാബിനകത്ത്, വ്യക്തമായി പടച്ചോൻ എഴുതിയിട്ടുണ്ട് ആ കിതാബിനകത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പരലോകത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ചിരിച്ചുകൊണ്ട് സഹാബത്തിനോട് പറയാൻ, സഹാബ, എന്റെ ഈ രണ്ട് കൈയുടെ താഴെ തോളത്ത് ഒരുമിച്ച് കൂടിയിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? സഹാബികൾ പറഞ്ഞു, ഉണ്ട് നബിയെ, അങ്ങയുടെ അടുത്ത് ചേർന്നിരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പരലോകത്തായാലും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയാൻ, അള്ളാഹുടെ അടുത്തിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? പരലോകത്ത് ഇത്രയും കോടാനുകോടി സൃഷ്ടിചരാചരങ്ങൾ പരലോകത്ത് ഒരുമിച്ചുകൂടി ഭയാനകതയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ അടുപ്പിരിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ആഗ്രഹം അള്ളാഹു നടത്തി തരട്ടെ. നമുക്ക് എന്തും പടച്ചവനോട് ചോദിക്കാം, അള്ളാഹ് ലജ്ജിക്കൂല. എന്തും ചോദിക്കാം. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയിട്ട് അളയാ ഒരു 50,000 രൂപ കടം തരണമെന്ന് ചോദിച്ചാൽ അവൻ ചിരിച്ചിരിച്ച് അന്ന് എന്നെ ജാവുമിക്കുക. അള്ളാഹിന്റെ അടുത്ത് നിങ്ങൾക്ക് എന്തും ചോദിക്കാം. പടച്ചവന്റെ അടുത്ത് എന്തും നിങ്ങൾക്ക് ചോദിക്കാം. എന്ത് വേണം? എന്തും ചോദിക്കാം.
അള്ള ഇങ്ങോട്ട് തരാൻ തുടങ്ങിയാണ്ട് ചില ആൾക്കാരെ നമ്മൾ ആലോചിച്ചിട്ട് നമ്മൾ പറയും, അവൻ എത്ര പെട്ടെന്നാ പണക്കാരനായത്. അള്ള കൊടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഞാനും നിങ്ങൾ ഓടി നടന്ന് എത്ര വാതിലടച്ചാലും അള്ള ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അള്ള അടച്ചാൽ നീ എവിടെ പോയി ആരുടെയൊക്കെ കാല് പിടിച്ചാലും 1 രൂപയുടെ ഉപയോഗം നിനക്ക് ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് പടച്ചോന്റെ ഖജനാവ് തുറന്നു തരുമാറാകട്ടെ. ദാരിദ്ര്യം ഒരു വലിയ രോഗമാണ്. അത് വന്നാൽ പലതും തകരും. അള്ളാഹു ദാരിദ്ര്യം തരാതിരിക്കട്ടെ. കാശുണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ദാരിദ്ര്യം തരാൻ 1 സെക്കൻഡ് മതി. അപ്പൊ അള്ളാന്റെ അടുത്ത് ചെന്നിരിക്കാൻ അവിടെ പിന്നെ ശിക്ഷയില്ല, അവിടെ ജബാനിയത്തിന്റെ മലക്കുകളുടെ ഭയാനകതയില്ല. അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ സഹാബികൾ പറഞ്ഞു, അതേ നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അടുത്തിരിക്കുന്ന വിഭാഗം, നാളെ പറഞ്ഞാൽ മതിയോ, കുറച്ചുകൂടെ പറയാം. അതെ, നിങ്ങളുടെ അഭിപ്രായം പോലെയാണ്. എനിക്ക് ക്ഷീണമില്ല, ഞാൻ 2 മണിക്കൂർ വാത് പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് എനിക്ക് ക്ഷീണമില്ല. നിങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോൾ ക്ഷീണമില്ലാത്തതാണ്. നിങ്ങൾ എല്ലാവരും ചാരിയിരുന്നെങ്കിൽ ഉറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഉറങ്ങി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പറയണോ വേണ്ടേ, നാളെ പറഞ്ഞാൽ മതിയോ. അള്ളാഹിന്റെ അടുത്തിരിക്കുന്നവരാരാ പറയണം. അള്ളാഹുവിന്റെ അടുത്തിരിക്കുന്നവരാരാ? എന്റെ മുമ്പിലിരിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിലേ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ അടുത്തിരിക്കുന്നവരാര് 7 വിഭാഗമാണെന്ന് അള്ളാഹു റസൂൽ പറയാം. പടച്ചോന്റെ അടുത്ത് പോയിരിക്കാൻ പരലോകത്ത് എന്ത് രസമായിരിക്കും. ഫോട്ടോ എടുക്കുമ്പോൾ പുതിയാപ്പാല എടുക്കുമ്പോൾ നീരട്ടെ അല്ലേ, എന്തും തള്ളുവാണ് ജനങ്ങള്. നമ്മുടെ നാട്ടിലൊരു യോഗം നടക്കാൻ, നമ്മുടെ നാട്ടിൽ യോഗം നടക്കുമ്പോ കാര്യസുഖമില്ലാതെ വരണ്ടാണ്. ഞാൻ ദുആ ചെയ്ത് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് അള്ളാഹു ആയുസ്സും ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ. ഒരുപാട് ദിവസം ചെറുപ്പക്കാർക്കൊന്നും കുഴപ്പമില്ല, ഈ പ്രായമുള്ളവർക്കൊക്കെ ഇത്തിരി ദിവസം ഉറക്കമൊഴിഞ്ഞാൽ, ചേർത്തുകൊണ്ട് 2 ദിവസമൊക്കെ ഉറക്കമൊഴിഞ്ഞാൽ വലിയ പാടാണ്. പിന്നെ പകലും രാത്രിയൊക്കെ ബുദ്ധിമുട്ടാണ്. അള്ളാഹു അങ്ങനെ രോഗങ്ങളുള്ള സർജറിയൊക്കെ കഴിഞ്ഞ അള്ളാഹു അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉറക്കമൊഴിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അള്ളാഹിന്റെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കാം. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ശിക്ഷിക്കുമ്പോ അള്ളാഹിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കാം. 7 വിഭാഗം. അള്ളാഹു അതിൽ ഒന്നിലെങ്കിലും നമുക്ക് അള്ളാഹു സ്ഥാനം തരട്ടെ. അതിൽ ഒരു വിഭാഗത്തിലെങ്കിലും അള്ളാഹുവിന്റെ അടുത്ത് പോയിരിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടോ? അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോഴും തമാശ ലജ്ജയില്ലാതെ പറഞ്ഞ് കടയിൽ നിൽക്കുന്ന നമ്മൾ, ഇക്കാമത്തിന് സമയമാകുന്നത് വരെ വടയുണ്ടാക്കുന്നത് നോക്കിക്കൊണ്ട് പോയി നിൽക്കുന്ന ഞാനും നിങ്ങളും അള്ളാന്റെ അടുത്തിരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്മാരിൽ പോലും അള്ളാന്റെ അടുത്തിരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്തത് ആർക്കാ? അലാ വ അന ഹബീബുല്ലാഹ്, അലാ വ അന ഹബീബുല്ലാഹ്. ഞാൻ അള്ളാന്റെ ഹബീബാണെന്ന് പറഞ്ഞ പ്രവാചകന് മാത്രമേ അള്ളാന്റെ അടുത്തിരിക്കാൻ ഭാഗ്യം കൊടുത്തിട്ടുള്ളൂ. ഇതേപോലെ 7 വിഭാഗത്തിന് പരലോകത്ത് അള്ളാന്റെ അടുത്ത് ചെന്നിരിക്കാൻ ഒരു തരിമ്പ് പോലും പേടിക്കേണ്ട കാര്യമില്ല, ഒരു തരിമ്പ് പോലും ശിക്ഷ അവനുണ്ടാവില്ല. പടച്ചോന്റെ അടുത്ത് ചെന്ന് സ്ഥാനമുറപ്പിക്കാൻ. ഇതങ്ങ് വെറുതെ പറഞ്ഞു കളയാനുള്ളതല്ല. ഈ ഹദീസിൽ നമ്മൾ ജീവിച്ചു പഠിക്കണം. ഈ ഹദീസ് 7 കൂട്ടർ അങ്ങനെ അടുത്തിരിക്കും, 1, 2, 3, 4, 5, 6 അങ്ങനെ പറയാനില്ല. അതാരാണെന്ന് കണ്ടിട്ട് ഒന്നിലെങ്കിലും കയറാനുള്ള ഒരു വാതിൽ കണ്ടെത്തിയാൽ കയറി പറ്റുക. ഹദീസിന്റെ വിശദീകരണത്തിലൂടെ ഈ 7-ൽ ഒന്നിലെങ്കിലും കടക്കാൻ ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം. അതിന് എന്ത് നഷ്ടം വന്നാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴുതുപോകുന്ന ഒരു രോഗം പോലെ ആ നഷ്ടത്തെ മാറ്റിവെക്കുക. അത് ദുനിയാവ് മുഴുവനും നിനക്ക് നേടിത്തരുന്ന സാമ്പത്തികത്തിന്റെ നഷ്ടമാണെങ്കിലും ശരി, ഈ സെക്കൻഡിൽ മരിച്ചാൽ മുഴുവനും പോണതായി ദുനിയാവ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങൾ ഓടി നടക്കുന്നത്. ഇന്ന് നമ്മുടെ റൂഹ് ഈ സമയത്തങ്ങ് പിരിഞ്ഞാൽ ഉണ്ടാക്കി വെച്ച മുഴുവനും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ പോവാൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം മാറ്റിയിട്ട് ഓടുക. പൊക്കോട്ടെ, എല്ലാം പൊക്കോട്ടെ. കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് അള്ളാഹു വല്ലതും പടച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവ് മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ ദുനിയാവിന് അള്ളാഹു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒറ്റ കാഫിര്യങ്ങൾക്ക് അള്ളാഹു ഒരു തുള്ളി വെള്ളം കൊടുക്കില്ലായിരുന്നു. ആ വില പോലും ദുനിയാവിലില്ല. അതുകൊണ്ട് അവന്മാർ എങ്ങനെ ജീവിച്ചോട്ടെ എന്നുള്ളവരാണ്. ആ വില പോലും ഈ വിശാലമായ ദുനിയാവിൽ അല്ല കൊടുത്തിട്ടില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ അട്ടക്കുളങ്ങരെ നമ്മളെ വീട്, നമ്മുടെ കട മാത്രമല്ല. അമേരിക്കയെ കുറിച്ച് ചിന്തിക്കണം, ഇറാഖിനെ കുറിച്ച് ചിന്തിക്കണം, ഗുജറാത്തിനെ കുറിച്ച് ചിന്തിക്കണം. അമേരിക്കയെ കുറിച്ച് ഒരു സഹോദരൻ പറയാം, അമേരിക്കയെ കുറിച്ച് ആദ്യമായിട്ട് ചിന്തിച്ചത് മദർനിരത്തിന്റെ എന്നാണ്. ഞാൻ ചിന്തിച്ചു പോയിരുന്നു. കാരണം അത് തകരുന്ന രംഗത്തെക്കുറിച്ച് ഒരു സഹോദരൻ പറഞ്ഞ മദർനിരത്തിന്റെ പ്രസവമൊക്കെ അടിപൊളിയായിരുന്നു.
ബദറിലേക്ക് പോയതൊക്കെ അടിപൊളിയാണ്, പക്ഷെ തിരിച്ചു വന്നപ്പോ കടുത്തുപോയെന്ന്. തിരിച്ചു വന്നത് അമേരിക്ക വഴി അവസ്ഥ വന്നത്, അത് കടുത്തുപോയി. കടുപ്പിക്കേണ്ടത് കടുപ്പിച്ചേ പറ്റൂ. നിങ്ങളെ ഇഷ്ടവും അനിഷ്ടവും നോക്കിക്കൊണ്ടിരുന്ന കാര്യം നടക്കൂല. കുറെ ആൾ നോക്കിയതല്ലേ, ഇനി നോക്കാൻ പറ്റില്ല. 2 മാസമൊക്കെ നോക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ പഠിച്ചിരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ആലോചിക്കണം. അള്ളാന്റെ അടുത്തിരിക്കാൻ, പടച്ചോന്റെ അടുത്തിരിക്കാൻ, അള്ളാന്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിന്റെ തണല് യുദുല്ലുഹുമുൽ മൗലാ ബിഗൈരി നിലാലി. അള്ളാഹുവിന്റെ തണല് കിട്ടി. അള്ളാന്റെ തണലെന്ന് പറഞ്ഞാൽ, അള്ളാന്റെ തണലെന്ന് പറഞ്ഞാൽ, എന്റെ തണലെന്ന് പറഞ്ഞാൽ, എന്റെ തണലിലാണ് എന്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്റെ കീഴേ. മക്കളെന്ന് പറഞ്ഞാൽ ആരാ? വീട്ടിൽ ചെല്ലുമ്പോ വാപ്പിച്ചാന്ന് വിളിച്ചോണ്ട് ഓടി വരെയല്ലേ. 2 മക്കളുണ്ടെങ്കിൽ 2 പേര്, ഒരാൾ ഈ കയ്യില് മറ്റാൾ ഈ കയ്യില് ഓടി വരും. ഒരാൾ ഈ കവിളില് മറ്റേ ഈ കവിളില്. ഇതുപോലെ അള്ളാന്റെ അടുത്ത്, അള്ളാന്റെ തണലിൽ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഒരു പ്രവാചകന്മാരെ കാലുപിടിക്കാൻ വേണ്ട, ഒരാളോടും ചോദിച്ച് പരലോകത്തെ രക്ഷപ്പെടാൻ വേണ്ടി ചോദിക്കണ്ട. അള്ളാന്റെ തണലുണ്ടാവും. 1ാമത്തെ വിഭാഗമാരാ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരിയാണ്. ഏത് വിഷയത്തിൽ 3 പേരെ നിശ്ചയിച്ചിട്ട് ഒരാൾ അമീറായിട്ട് നിശ്ചയിച്ചു കച്ചവടം ചെയ്യാൻ. 4 പേര് ഷെയറായിട്ടുള്ള കച്ചവടമാണ്. ഒരാൾ അതിന്റെ നേതാവാണ്. അയാളെ നീതിയായിട്ട് വേണം. മറ്റൊരാളില്ലാതിരിക്കുമ്പോൾ വഞ്ചന നടത്താൻ പാടില്ല. ഒരു കമ്മിറ്റി 20 പേരുണ്ട്. ഒരാളെ പ്രസിഡന്റായി നിശ്ചയിച്ചു, ഒരാളെ സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചു. നീതി വേണം. ഒരാളുടെയും മുഖം നോക്കിയിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ഭരണഘടനയ്ക്ക് ചലനമുണ്ടായാൽ അവൻ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. അത് പള്ളിയിലെ ആവട്ടെ, വേറെ ഏതെങ്കിലും ചെറിയ സംഘടനകളുടെ ആവട്ടെ, ചെറിയ പ്രസ്ഥാനത്തിന്റെ ആവട്ടെ, ചെറിയ കച്ചവടത്തിന്റെ ആകട്ടെ, ചെറിയ യൂണിറ്റുകളുടേതാവട്ടെ, ആരായിരുന്നാലും നീതിയുണ്ടാവണം. നീതി. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വലൗകാന അബ്ദുൻ ഹബശിയും, നിനക്കൊരു അമീറിനെ ഒരാൾ നിശ്ചയിക്കുകയാണ്. ഒരു അമീറിനെ ഒരാളായിട്ട് നിശ്ചയിച്ചത് ഹബശിക്കാരനായ കറുത്തുപോയ ഒരാളും മൈൻഡ് ചെയ്യാത്ത ഒരു അടിമയാണെങ്കിലും ശരി, അവൻ പറയുന്നത് നീ അനുസരിച്ചോ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അവൻ പറയുന്നത് നീ അനുസരിച്ചോ. പറയുന്നത് തെറ്റാണെങ്കിൽ അവന് പടച്ചവും കൊടുക്കും. പക്ഷേ ഒരാളെ നമ്മൾ തീരുമാനിച്ച് നമ്മുടെ അമീറായി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്നത് നമ്മൾ അനുസരിച്ചിരിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിക നിയമ വ്യവസ്ഥിതിയാണ്. അപ്പോ നീതി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിക ചരിത്രത്തിൽ ലോകത്താര് നീതിയെക്കുറിച്ച് പ്രസംഗിച്ചാലും, അത് ബർനാഡ് ഷാ പ്രസംഗിച്ചാലും, ശ്രീനാരായണ ഗുരു പ്രസംഗിച്ചാലും, നമ്മളെ പള്ളിയിൽ നമ്മൾ ആരെങ്കിലും പ്രസംഗിച്ചാലും, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാതെ ഒരാളും നീതിയെക്കുറിച്ച് ലോകത്ത് ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല, പ്രസംഗിക്കാൻ പറ്റില്ല. ഉമർ ഫാറൂഖ്, സത്യാസത്യ വിവേചന പ്രവർത്തകൻ, നീതിയുടെ നിറകുടം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല. ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ഓസാൻ രാജാവ്. അദ്ദേഹത്തിന്റെ ഷാൾ ഇങ്ങനെ തറയിൽ വീണു. മക്ക ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു. ജനങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഷാൾ തറയിൽ വീണപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പ് വന്നിട്ട് ഒരാൾ പരാതി പറഞ്ഞതാ. ഷാൾ തറയിൽ വീണപ്പോ ഈ പാവപ്പെട്ടവൻ ആ ഷാളിലൊന്ന് ചവിട്ടി. ഒരു സാധുവായ മനുഷ്യൻ, എടാ നീ ഇത്തിരി പോന്നു, നീ പണ്ട് മുതലേ ഇസ്ലാമിന്റെ പ്രവർത്തകനാണെങ്കിൽ ഞാൻ ഇന്നലെ തുടങ്ങിയതുള്ളൂ. പക്ഷെ ഞാൻ ആരെന്നറിയോ? എന്റെ ഷാൾ ചവിട്ടാൻ നിനക്ക് എങ്ങനെ അർഹത വന്നു? ഒരൊറ്റ അടി കാവാനെ കുറ്റു. ഈ പാവപ്പെട്ടവന്റെ പല്ല് തെറിച്ചു പോയെന്ന് തഫ്സീർ ജലാലൈനി, തഫ്സീർ ഇബ്നു കസീർ പോലെയുള്ള വിശദീകരണ ചെറയിൽ പറയാൻ, പല്ല് തെറിച്ചുപോയി. അയാള് വന്നിട്ട് പറഞ്ഞു, ചോദിക്കേണ്ടത് ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഭരണം നടത്തും ഉമർ റളിയല്ലാഹു അൻഹു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഖലീഫ, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ, ഇങ്ങനെ വിടാൻ പറ്റില്ല, ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. വല്ലാഹി ഞാൻ ഇങ്ങനെ ചെയ്തു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചവിട്ടിയതല്ല. പള്ളിക്കകത്ത് നമ്മൾ ആലോചിക്കണം. പുതിയ സമ്പന്നർ, പുതിയ പണക്കാർ പള്ളിക്കകത്ത് വന്നു. പള്ളിക്കകത്ത് വരുമ്പോ പണ്ട് മുതലേ നിസ്കരിക്കാൻ വരുന്ന പാവപ്പെട്ടവർ എന്തെങ്കിലും സംസാരിക്കുമ്പോ നീ എന്റെ അടുത്ത് മിണ്ടണ്ട. ഞാൻ ഇവിടുത്തെ ആരാന്നാ നീ കരുതിയത്? ഇവിടുത്തെ ഉസ്താദും ഇവിടുത്തെ വേറെ ആളും എന്നെ ഒന്നും പറയില്ല. അത്രത്തോളം കാശ് എന്റെ പോക്കറ്റിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണമെന്ന് പള്ളിക്കകത്ത് പറയാൻ പറ്റില്ല. നിന്റെ വീട്ടിനകത്ത് പറയണം. അവനെ കൊണ്ടുവന്നിട്ട് പള്ളിക്കകത്തെല്ലാം ഒരേപോലെയാണ്. പണക്കാരനും പാവപ്പെട്ടവനും റാഡോ വാച്ചും ഇലക്ട്രോണിക് വാച്ചും എല്ലാം കണക്കാ. പള്ളിക്കകത്ത് ബെല്ലുള്ള ബെൻഡും ബെല്ലില്ലാത്ത ബെൻഡും എല്ലാം കണക്കാ. സുജൂദിൽ പോകുമ്പോ മുതുക് കാണുന്ന ബെൻഡാണെങ്കിൽ കുഴപ്പമാണ്, അല്ലാഹു ആക്കട്ടെ.
അപ്പൊ അതൊക്കെ പടച്ചോന്റെ മുമ്പ് ഒരേപോലെയാണ്. ഇവിടെ എങ്ങനെ വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഇവിടെ അല്ലെങ്കിൽ വാക്ക് പറയാൻ വേണ്ടി, ഇവിടെ അല്ലെങ്കിൽ അധികാരം പറയാൻ വേണ്ടി അഹങ്കാരത്തിന്റെ ചിന്തയുള്ളവർക്ക് മാറ്റമുള്ള ഒരു സ്ഥലമല്ല അള്ളാഹുവിന്റെ പള്ളി. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് നിന്ന് പരാതി പറഞ്ഞ ഉമർ റളിയല്ലാഹു പറഞ്ഞ് ഞാൻ വിളിക്കാം, പാവപ്പെട്ടവനല്ലേ എന്ന് പറഞ്ഞിട്ട്, നീ പാവപ്പെട്ടവനല്ലേ, ആ പണക്കാരല്ലേ ചവിട്ടി പോയി, കുഴപ്പമില്ല പുറത്ത് ഇനി അവനെ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ എന്തിനാ ഫിത്തിന ഉണ്ടാക്കുന്നത്, പോട്ട് ക്ഷമിച്ചുകളെ എന്നല്ല പറഞ്ഞത്. ഉമർ റളിയല്ലാഹു പറഞ്ഞു അവനെ വിളിച്ച് ചോദിക്കട്ടെ. ഞാൻ ഒസ്താൻ രാജാവിന്റെ അടുത്ത് ലെറ്റർ ചെന്നു, ഉമർ റളിയല്ലാഹുവിനെ വിളിക്കാൻ നിങ്ങളെ. ഒസ്താൻ രാജാവ് വലിയ കാര്യത്തിൽ വലിയ അവിടുത്തെ നേതാവല്ലേ, ചെന്നു. ഖലീഫയുടെ മുമ്പ് ചെന്നപ്പോ ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, ഈ പാവപ്പെട്ടവനെ അടിച്ചോ? അയാൾ അറിയാതെ ചെയ്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട് നീ അടിച്ചോ എന്ന് ചോദിച്ചപ്പോ ഒസ്മാൻ രാജാവ് സമ്മതിച്ചു, ഞാൻ അടിച്ചു അത്രേ. ആ സമയത്ത് പാവപ്പെട്ടവനെ മുമ്പ് വിളിച്ചിരുത്തിയിട്ട് നീതിയുടെ നിറകുടമായ ലോകത്തിന്ന് വരെ അതേപോലെ ഒരു നീതി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും മധ്യത്തിലുള്ളവർ ഭരിച്ചാലും ആര് ഭരിച്ചാലും ആര് ജയിച്ചാലും ഇന്ന് വരെ ഈ സമുദായത്തിന് അതേപോലെ നിറമുള്ള നീതി കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇമ്മാ തഅഫു ഔ തഖ്സു, ഒന്നെങ്കിൽ അവന് നീ മാപ്പ് ചെയ്തു കൊടുക്കുക, കുഴപ്പമില്ല ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയാം, ഇല്ലെങ്കിൽ അതേപോലെ തിരിച്ചാ മുഖത്തടിക്കുക. ആരോടായി പറയണേ? ആ കാലഘട്ടത്തിൽ നേതാവ് അനുയായി എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് തന്നെയാണ്. അതേപോലെ തിരിച്ചടിക്കുക, അതേപോലെ തിരിച്ചടിക്കുക. ഈ നാട്ടിലുള്ള ഏറ്റവും നല്ല ഒരു കാശുകാരനും പ്രമാണിയും പ്രതാപിയും അയാളെ ഇത്തിരി പോന്ന ഒന്നിനും കൊള്ളരുതാതെ ഇവിടെ യാചനയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരാളിനോട് ഞാൻ പറയുന്നു നീ അവന്റെ മുഖത്തടിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നില്ലേ? സംഭവിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ എന്നെ അടിക്കും. സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കേണ്ടി വന്നാൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അടിക്കടാ, ഒന്നുകിൽ അവന്റെ മുഖത്തടിക്കണം, ഇല്ലെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആ സമയത്ത് ഒസ്മാൻ രാജാവ് കണ്ണുരുട്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി. ആ സമയം ഗർജിക്കുന്ന സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരേ ഒരു സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിരൽ ചൂണ്ടിയിട്ട് ആ ഒസ്മാൻ രാജാവിന്റെ മൂക്കിന്റെ അടുത്ത് വിരൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, നീ ഈ ദുനിയാവിൽ ആരാടാ, നീ ഈ ദുനിയാവിൽ ആരാടാ? എന്നിട്ട് ആ വിരല് അതേപോലെ തിരിച്ച് ഉമറിന്റെ നെഞ്ചത്ത് വെച്ചിട്ട് പറയാൻ, ഉമർ ഈ ദുനിയാവിൽ ആരാടാ? എല്ലാം അള്ളാന്റെ അടിമയാണ്. എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ വ്യത്യാസപ്പെടുത്തുന്ന ലോകത്തെ അത് നടക്കും, ദുനിയാവിൽ വ്യത്യാസമില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടെങ്കിൽ ആ വ്യത്യാസം പരലോകത്ത് വെച്ച് കാണാം. ഇൻഷാ അല്ലാഹ് പൊയ്ക്കോ, അസ്സലാമു അലൈക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം നിനക്കോ എനിക്കോ ഉണ്ടെങ്കിൽ അത് പരലോകത്ത് വെച്ച് കാണാം. ആ പരലോകത്തെ വ്യത്യാസം എന്താ? തഖ്വയുടെ പേരിൽ. ഉമറിന് തഖ്വ കുറഞ്ഞാൽ തഖ്വ കൂടിയ നിന്നെക്കാൾ പദവി എനിക്ക് കിട്ടൂല, അത് പടച്ചോന്റെ അടുത്ത്, ഇവിടെ അത് നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് വിധി നടപ്പാക്കിയ ഇസ്ലാമിക നീതിശാസ്ത്രത്തിന്റെ പ്രതീകമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ പറഞ്ഞ, നബിയെ, നമ്മളെല്ലാവരും ഒരു നാട് ഭരിക്കൂല, എല്ലാവരും ഒരു രാജ്യം ഭരിക്കൂല, അതുകൊണ്ട് നമുക്ക് ഈ ഒന്നാമത്തെ പദവി നിന്ന് രക്ഷ കിട്ടൂല, ഒന്നാമത്തെ പദവി നമ്മൾ ആവേണ്ട കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യത്തിഹി, നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്, നിങ്ങൾ ഓരോരുത്തരും ഭരണാധിപന്മാരാണ്. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റയ്യത്തിഹി, നിങ്ങൾ ഓരോരുത്തരുടെയും ഭരണത്തെക്കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കും. പള്ളിയിലെ ഇമാം ചോദിക്കും, പള്ളിയിലെ ഇമാം അള്ളാഹ് ആദ്യം ചോദിക്കണവരോടാ. നിങ്ങൾ പറയും ഉസ്താദ് നല്ല ഉസ്താദായിരുന്നു, അടിപൊളി ഉസ്താദ്, സഹിക്കാൻ വയ്യ, വലിയ സ്നേഹമാണ്. പക്ഷേ പരലോകത്ത് ഈ സ്നേഹം, ഇപ്പൊ നിങ്ങൾ ഒരു നേരത്ത് പള്ളിയിൽ ഉസ്താദില്ലേ, നമ്മൾ ഉസ്താദോടെ പോയി ചോദിക്കും, പരലോകത്ത് നിങ്ങളെല്ലാം സ്വർഗ്ഗത്തിൽ കിടക്കുമ്പോ എവിടെ നമ്മൾ ഉസ്താദെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു. ഒറ്റയാൾ ചോദിച്ചാൽ, ഇവിടെ നമ്മളിപ്പോ ദുഹറിന് ഇവിടെ പോയല്ലോ, ഇവിടെ ചോദിക്കും. പരലോകത്ത് നിങ്ങളെല്ലാം സ്വർഗത്തിൽ വരുമ്പോ ഒരു വാക്ക് എവിടെ നമ്മൾക്ക് പ്രസംഗിച്ചെന്ന ഉസ്താദെന്ന് ചോദിച്ചാൽ അവിടെ ഞാൻ അംഗീകരിക്കാം, അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് തെരുമാറാകട്ടെ. ആദ്യം ഇമാമിങ്ങളെയാണ്, കമ്മിറ്റിക്കാരുടെ തൃപ്തിക്ക് വേണ്ടി, നിൽക്കുന്ന മഹല്ലിന്റെ സംഘടനകളുടെ തൃപ്തിക്ക് വേണ്ടി സത്യം മറച്ചു വെച്ചുകൊണ്ട് ആരെവിടെ പ്രസംഗിച്ചാലും അള്ളാഹു പിടിക്കപ്പെടും. ഇവിടെ സുഖമുണ്ടാകും, ഇവിടെ എയർ കണ്ടീഷൻ വാഹനങ്ങളും താമസിക്കാൻ റൂമും നോട്ടുകെട്ടുകൾ ഉണ്ടാവും. ഒന്നിനും ഒരു കുറവില്ല, എന്തു വേണം ഉസ്താദിന് മുഴുവനും തരാൻ ആളുണ്ടാവും. പക്ഷേ അള്ളാഹു പിടിക്കപ്പെടുന്ന ലോകത്തെക്കുറിച്ച് ഭയപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സുവെക്കണം. ഞാൻ പറയാണ് നിങ്ങളോട്, നമ്മുടെ കേരളത്തിൽ ഇസ്ലാമിന്റെ തനതാര അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം വിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ മൊബൈൽ വിളിച്ചിട്ട് പരസ്യമായി പള്ളിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാ, എന്നോട് ചോദിച്ചു, ഉസ്താദിന് തിരുവനന്തപുരം സിറ്റിയുടെ ഏതു ഭാഗത്ത് വസ്തു വേണം,
എത്ര ഏക്കർ വേണം, ഏത് വണ്ടി നിങ്ങൾക്ക് ഓടിക്കണം, എത്ര നില കെട്ടിടം വേണം. പക്ഷേ നിങ്ങൾ ഇന്നു മുതൽ ഞങ്ങളുടെ സംഘടനയിലായി എന്ന് ജുമയ്ക്കൊന്ന് പ്രസംഗിച്ചാൽ മാത്രം മതി. ഒരൊറ്റ വാദം. ഇന്ന് നിങ്ങൾ ജുമയ്ക്ക് പ്രസംഗിക്കുക, ഇന്ന് എവിടെ സ്റ്റേജ് വാദമുണ്ടോ അവിടെ പോയിട്ട് നമ്മുടെ സംഘടനയെ നിങ്ങൾ ചേർന്നു എന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. ഉസ്താദേ, ആവശ്യത്തിന് പണവും വസ്തുവും പുരകിടവും വീടുമൊക്കെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ഓടി നടന്ന് ഒരാളുടെ മുന്നിലും കൈനീട്ടണ്ടെന്ന് പറഞ്ഞു. എനിക്കത് വേണമെങ്കിൽ പറയാം. ആരും അറിയില്ല, ഇഷ്ടം പോലെ കാശുണ്ടാവും. പക്ഷേ ആലോചിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നു. ഹബീബായ പ്രവാചകന്റെ സ്വലാത്തിനെതിരെ ലോകത്തെന്തു നേടിയാലും അത് വെറും ശൂന്യമായി പോകും. ആലോചിക്കണം, ലോകത്തങ്ങനെ പണ്ഡിതന്മാരെ വിലക്കെടുത്തിട്ട് പാമരന്മാര് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പലിശക്കാരും കൊള്ളക്കാരും അള്ളാഹുവിന്റെ പള്ളിയെ പണ്ഡിതന്മാരെ സോപ്പിട്ടുകൊണ്ട് പിടിച്ചടക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്നത് വരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഇത്തിക്കാഫിൽ 2-3 മണിക്കൂറും പ്രസംഗിച്ച ഈ സാധുവാന സഹോദരന് വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ദുആ ചെയ്യുക. മരിക്കുന്നത് വരെ ഒരാളുടെയും ആസനം താങ്ങി പള്ളി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഉണ്ടായാൽ അതിനു മുമ്പ് മരിക്കാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്തു. ഒരാളോടും ആ വിഷയത്തിൽ നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്ക് വേദനയുണ്ട്, അത്രയ്ക്ക് വേദനയുണ്ട്. പണച്ചാക്കിനടിയിൽ പണ്ഡിതന്മാരെ സൂക്ഷിച്ചു വെക്കുന്ന കാലഘട്ടമാണിത്. അള്ളാഹു നമ്മുടെ ഈ പള്ളിക്കകത്ത് ഏതെങ്കിലും ഒരു മുത്തഅല്ലിം, ഏതെങ്കിലും ഒരു ഈമാനികമായ പ്രവർത്തകൻ ഇത് കേട്ടാൽ മരിക്കുന്നത് വരെ അള്ളാഹുവിന് ആദർശം പണയം വെക്കുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു ആ വ്യക്തിയെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും സൂക്ഷിക്കേണ്ടതാ. മനുഷ്യനാണ്, പെട്ടുപോകും. പെട്ടുപോയാൽ തീർന്നു. മനുഷ്യനാണ് നമ്മളാരും മലക്കുകളല്ല. പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പെട്ടുപോയാൽ പിന്നെ തിരിച്ചു കയറാൻ വലിയ പാടാണ്. പിന്നെ പശ്ചാത്താപം ഒരു 10 ദിവസത്തെ ഇത്തിക്കാഫിന്റെ കണ്ണുനീരിലൊന്നും തീരൂല. അത്രത്തോളം പാപങ്ങളായിരിക്കും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നീതി, നിങ്ങളെല്ലാവരും ഭരണാധിപന്മാരാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു. സഹാബികൾ ചോദിച്ചത് എങ്ങനെ? അള്ളാന്റെ റസൂല് പറയാൻ, നീ ഒരു കുടുംബനാഥനാണെങ്കിൽ. ഇപ്പൊ ഞാനൊരു വാപ്പയാണ്, എനിക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, എന്റെ വാപ്പ, എന്റെ ഉമ്മ. ഇത്രയും പേരെ ഞാനാണ് നോക്കുന്നതെങ്കിൽ, അനുഗ്രഹീതമായ റമദാൻ മാസത്തിൽ ഞാൻ ഈ പവിത്രമായ പള്ളിയിൽ നിന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കുമ്പോ, നോമ്പ് തുറക്കാൻ ഒരു കാരക്കയില്ലാതെ എന്റെ മക്കൾ വേദനിച്ചാൽ, എന്റെ ഭാര്യ വേദനിച്ചാൽ അതിന് കണക്ക് പറയേണ്ടത് നിങ്ങളല്ല, ഞാനാണ്. അവര് നോമ്പ് പിടിച്ചെങ്കിൽ ഞാനതിന് കണക്ക് പറയണം. ഞാൻ കഴിച്ച ഓരോ കാരയ്ക്കും ഞാൻ അള്ളാഹുവിനോട് കണക്ക് പറയണം. പറഞ്ഞേ പറ്റൂ. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. നമ്മള് ഇവിടത്തെ ബഹുമാനപ്പെട്ട ആഫദ് ഉസ്താദ് ഒരു ദിവസം കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് പറയാൻ, കണ്ണ് നിറഞ്ഞുപോയി. ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ ഞാൻ ചോദിച്ചെന്താ ദുഃഖമെന്ന് ചോദിച്ചു. പറയാൻ, ഞാൻ ഇവിടെ വളരെ വളരെ സന്തോഷത്തിലാണ്. മാരിവിന് ഭക്ഷണം, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. വീട്ടിലെ അവസ്ഥയെക്കുറിച്ച് അറിയാൻ വയ്യ. അപ്പൊ നമുക്കാണെങ്കിൽ ചെറിയങ്കട് വരെ പോയാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വൈഫ് ഹൗസിൽ കൂടെ കാട്ടാക്കട വരെ പോയാൽ മതി, അവസ്ഥ അറിഞ്ഞ് തിരിച്ചു വരാം. അദ്ദേഹം പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ എന്തെന്ന് അറിയാൻ വയ്യ, അതുകൊണ്ട് ചിന്തിച്ചതാ. നമ്മൾ ചിന്തിക്കണം. സുഭിക്ഷമായ ഭക്ഷണം ഞാനും നിങ്ങളും കഴിക്കുമ്പോ നമ്മുടെ കീഴിൽ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ട്. ഈ 27-ാം രാവിനെങ്കിലും എന്റെ പൊന്നുമോനെന്ന് വരുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്, എത്രയോ കൂടപ്പുറപ്പുകളുണ്ട്, കുടുംബക്കാരുണ്ട്. തിരിഞ്ഞു നോക്കാൻ ഇനിയും നമുക്ക് നേരം കിട്ടിയിട്ടില്ല. പല ബന്ധുക്കളെയും കാണാൻ ഇനിയും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അള്ളാഹു നമുക്ക് കുടുംബബന്ധം ചേർക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് സമയമില്ല. എല്ലാ പ്രസംഗത്തിലും ഞാൻ പറയാറുണ്ട്, പക്ഷേ ഇനി സമയമില്ല. ഇനി റമളാനിതാ ഞൊടിയിടയിൽ നമ്മളോട് സലാം പറയാം. സലാം അലൈക്കും എന്ന് പറഞ്ഞ് നമ്മളോട് റമളാൻ സലാം പറഞ്ഞു പോകുമ്പോ നമ്മുടെ കൂടപ്പുറപ്പുമായി പിണങ്ങിക്കഴിയുന്ന മനസ്സോടുകൂടി ആ സലാം വെള്ളിയാഴ്ച ഈ ജുമയ്ക്ക് ഇവിടെ വന്ന് സലാം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റമളാനിന് വിട പറയുമ്പോ കൂടപ്പുറപ്പുമായി പിണങ്ങിയിരിക്കുന്ന മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. എന്ത് നഷ്ടം അതിന്റെ പേരിൽ സംഭവിച്ചാൽ ഞാൻ അവന്റെ കരം പിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും പറയുന്നത് അവൻ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കുന്നില്ല. ഞാൻ പോയി സലാം പറയുമ്പോ അതിന്റെ പേരിൽ എനിക്ക് എന്ത് ക്ഷീണം സംഭവിച്ചാലും, എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടാലും, ജനങ്ങൾ അങ്ങനെ കളിയാക്കിയാലും പോട്ടെ. അതിന് പകരം അള്ളാഹു എനിക്ക് തരുന്നത് സ്വർഗത്തിന്റെ സുന്ദരമായ ഭവനത്തിന്റെ 1ാമത്തെ പ്രവേശനമാണെങ്കിൽ അതാണ് എനിക്ക് വലുതെന്ന് മനസ്സിലാക്കി ചെന്ന് ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. നീ ഒരു കുടുംബനാഥനാണെങ്കിൽ, നീ ഒരു ഭർത്താവാണെങ്കിൽ, ചില ഭർത്താക്കന്മാരുണ്ട് പള്ളിയിൽ വരും, കാര്യങ്ങളെല്ലാം ക്ലിയർ, പക്ഷേ വീട്ടിൽ ഭാര്യ നോമ്പ് പിടിക്കുന്നുണ്ടോ അറിയില്ല, ഭാര്യ നിസ്കരിക്കുന്നുണ്ടോ അറിയില്ല. അതൊന്നും എനിക്ക് നോക്കേണ്ട കാര്യമില്ല, അത് അവളും അള്ളാഹുവായിട്ടായിക്കോളും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല.
നിനക്ക് ബാധ്യതയുണ്ട്. നീ പള്ളിയിൽ നിന്ന് പഠിച്ച കാര്യം ഭാര്യയോട് പോയി പറയുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ആ ഇൽമിനെ കുറിച്ച് പോലും അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. നിന്റെ അടുത്ത് ഇത്രയും കാലം കിടന്നുറങ്ങിയ ഭാര്യയ്ക്ക് നീ ആ ഒരു അറിവ് പറഞ്ഞു കൊടുത്തില്ലല്ലോ മണ്ട. എന്തെല്ലാം കാര്യങ്ങൾ ഏത്തിക്കാവിൽ വന്ന് നീ പഠിച്ചു. ഒരു വാക്ക് നിന്റെ അടുത്ത് കിടക്കണ ഭാര്യയോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു, നമുക്ക് അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി, പലിശയുമായി ബന്ധപ്പെടണ്ട, നമുക്കിനി ലഹരിയുമായി ബന്ധപ്പെടണ്ട, നമുക്ക് നിസ്കാരം കളാക്കണ്ട, റമദാനിന്റെ രാത്രി നമുക്ക് നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കാൻ എത്ര ഭർത്താക്കന്മാർക്ക് സാധിച്ചു? എത്ര വാപ്പമാര് മക്കളെ, ഈ മക്കളൊക്കെ നിങ്ങൾ പറയും അവര് പണം കൊണ്ടുതരും, പൈസ കൊണ്ടുതരും, നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നൊക്കെ ആവേശത്തോടുകൂടി നിങ്ങൾ പറയാറുണ്ട്. പക്ഷേ പരലോകത്ത് അല്ലാഹുമ്മ ആതിഹിം ദൈഫൈനി മിനൽ അദാബ്, നമുക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി ശിക്ഷ കൊടുക്കു പടച്ചോനെ എന്ന് പറഞ്ഞ ആ മക്കൾ പറയും. ഏത് മക്കളാ? ഞാനും നിങ്ങളും പാല് കൊടുത്ത് പൈസ കൊടുത്ത് വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. എന്തുകൊണ്ട്? ഒരൊറ്റ കാരണമേ അതിന്റെ പിന്നിലുള്ളൂ. ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്തെന്നറിയൂ? ആ കാരണം ഖുർആൻ പഠിപ്പിച്ചില്ല, ഇൽമു പഠിപ്പിച്ചില്ല. ആ ഒരൊറ്റ കാരണമാണ്. അതുണ്ടാവരുത്. മദ്രസ എത്ര വരെ ഉണ്ടോ അത്രയും വരെ നമ്മൾ മക്കൾ നിർബന്ധമായും പഠിക്കണം. അങ്ങനെയാണ് ഒരു നീതിയുള്ള ഒരു ഭർത്താവായി, നീതിയുള്ള പിതാവായി മാറേണ്ടത്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ബാക്കി 6 വിഭാഗം ഇൻഷാ അല്ലാഹ് നാളെ പറയും. നാളെ കുറച്ച് വിശദീകരിച്ച് സമയമെടുത്ത് തന്നെ പറഞ്ഞു. നാളെ കറക്റ്റ് 12 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ നസീഹത്ത് തുടങ്ങും. നാളെ പിന്നെ അതിന് വേണ്ടിയിട്ട് നാളെ വേറെ പരിപാടികളൊന്നുമില്ല. സാധാരണ അവസാനത്തെ 10 രൂപ എല്ലാ പരിപാടി. ഇന്ന് പിന്നെ ഞാൻ പോയത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് പോയതാ. പാവപ്പെട്ട ഒരു ചെറിയ മസ്ജിദും അതിന്റെ പ്രവർത്തനം അവര് വിളിക്കുമ്പോൾ പോയില്ലെങ്കിൽ അതിന് മനസ്സനുവദിക്കാത്തത് കൊണ്ട് പോയതാ. അല്ലാതെ വേറൊന്നിനുമല്ല. നിങ്ങൾ വിചാരിക്കണ പോലെ റമദാൻ മാസത്തിൽ ഉസ്താദ് പൈസയ്ക്ക് വേണ്ടി കിടന്ന് അങ്ങനെ ഓട്. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ആരും ചിന്തിക്കരുത്. എഴുത്തിക്കാവിന് പറഞ്ഞിട്ട് ചിന്തിക്കരുത്. നിങ്ങൾ ഞാനോട്ട് വലിയൊരു ബന്ധമാണ്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സുകൾ തമ്മിൽ പിണങ്ങിപ്പോവും. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾക്ക് എന്റെ കൂടെ ക്ലാസ്സിനൊക്കെ പറഞ്ഞ റമദാനിലെ വനിതാ ക്ലാസ്സും മതപഠന ക്ലാസ്സും 1 രൂപ പ്രതിഫലം വാങ്ങാൻ നടത്തുന്നതാണ് എന്റെ സഹോദരങ്ങൾ. ഒരുപാട് ദൂര സ്ഥലത്തേക്ക് പോയി ക്ലാസ്സിലേക്ക് നിങ്ങൾ വിചാരിക്കും ഉസ്താദ് ദുഹറിന് ഇന്നില്ല, അസ്റിന് ഇന്നലെ ഇല്ല, മഗ്‌രിബിനില്ല, ഉസ്താദ് ക്ലാസ്സിനൊക്കെ ഉസ്താദ് പൂര കാശുണ്ടാക്കാണ്. എനിക്ക് കാശുണ്ടാക്കണമെങ്കിൽ എനിക്ക് പള്ളി ജോലിയിൽ നിന്നിരിക്കേണ്ട. എനിക്കിപ്പോ റമദാനിന്റെ 30 ദിവസവും കോഴിക്കോട് മലപ്പുറത്ത് പ്രസംഗിക്കാം. 30 പള്ളികൾ രാത്രി പ്രസംഗിക്കാൻ ഒരു വിഷയം, ഓരോ പള്ളിയിൽ ഓരോ വിഷയം ചെന്ന് പ്രസംഗിച്ച് ഇഷ്ടം പോലെ പൈസ വരുന്നത്. പക്ഷെ പൈസ എന്ന് പറയുന്നതുണ്ടല്ലോ, അത് മനുഷ്യനെ നശിപ്പിക്കാൻ ആ പൈസ മാത്രം മതി. ഞാൻ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ മറക്കണ പൈസ നമുക്ക് തരല്ലേ എന്ന് ഞാനും നിങ്ങളും ദുആ ചെയ്യണം. അല്ലാഹുവേ നിന്നെ മറക്കണ പൈസ എനിക്ക് തരല്ലേ അല്ല. എത്ര തന്നാലും പടച്ചോനെ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് ഖൈറാണ്. നോട്ടുകെട്ടുകൾ ഒരുപാടുണ്ടെങ്കിലും ആ നോട്ടുകെട്ടിന്റെ മുകളിലൂടെ ഗാന്ധിത്തല കാണുമ്പോൾ അള്ളാഹെ ഓർക്കാൻ നിനക്ക് സാധിച്ചു. എത്ര പൈസ സമ്പാദിക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമൊന്നുമല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നല്ല സമ്പന്നനായിരുന്നു. ഏത് പാവപ്പെട്ടവൻ വന്ന് ചോദിച്ചാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയും, നബിയെ ഞാൻ കൊടുക്കാം നബിയെ, ഞാൻ കൊടുക്കാം. വേറൊരു ഞാൻ കൊടുക്കാൻ നബിയെ. ആദ്യം ഉസ്മാൻ ഇബ്നു അഫ്ഫാനാ കൊടുക്കണേ. ആദ്യം അള്ളാഹ് പണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമ്പന്നന്മാരെ സാമ്പത്തികമുള്ളവർ ഇസ്ലാമിന് അങ്ങനെയല്ല. പക്ഷെ അള്ളാഹെ ഓർക്കുന്ന സമ്പന്നൻ അതൊരു വലിയ ഭാഗ്യമാണ്. അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അവസ്ഥ വെച്ച് നോക്കാം. ഒരുപാട് പൈസ തന്നാൽ ചിലപ്പോ ഇതേപോലെ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ വാത് പറയാൻ ചിലപ്പോ എന്നെ കിട്ടിയെന്ന് വരില്ല. മനസ്സാണ്, മനുഷ്യന്റെ മനസ്സാണ്. അതുകൊണ്ട് പടച്ചോനെ മറക്കണ പണം വേണ്ട. എപ്പോഴും ദുആ ചെയ്യുക. അള്ളാഹ് അങ്ങനെ നമ്മളെ നശിപ്പിക്കത്തൊന്നുമില്ല. നമ്മൾ അങ്ങനെ ദുആ ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള പൈസ. ഇറുവി ജീവിതം എപ്പോഴും ഇറുവിയേ പോകാവൂ. ചെറിയ ഒരു തട്ട്, ചെറിയൊരു മുട്ട്, അങ്ങനെ ഇച്ചിരി പൈസ. അള്ളാഹു നാളെ പട്ടിണിയായി പോകും. അങ്ങനെ ചിന്തിക്കുന്ന ജീവിതമാണ് പടച്ചോന് ഇഷ്ടം. ഇല്ലാതെ എനിക്കാരെ പേടിക്കുക 5 വർഷത്തേക്ക് പോക്കറ്റ് തരിപ്പടാ താവ് തോവ് തിരു തട്ടല് തടവ് നുടക്കല് വലിക്കല് തൊഴിക്കല്. ഞാൻ ആരെ പേടിക്കണം? പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇങ്ങനെ എണ്ണി. ഈ യവന്റെ ജീവിതം പൂജ്യമാണ്. ഇന്നലിക്കുല്ലി ഉമ്മത്തിൻ ഫിത്ന വ ഫിത്നത്തു ഉമ്മത്തി അൽമാൽ. ഈ സമുദായത്തിന് മാത്രം അല്ലാഹു കൊടുത്ത പ്രത്യേകമായ പരീക്ഷണം സെവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സാൻഡ്രം എന്ന് പറയുന്ന സാർസ് എന്ന മഹാമാരിയല്ല, ക്യാൻസർ അല്ല, ട്യൂമർ അല്ല, എയ്ഡ്സ് അല്ല, പണമാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലിൽ മാലി ഖറാറത്തുൻ കഖറാറത്തിൽ ഖംർ. കള്ളു കുടിക്കുന്നവൻ എന്തുമാത്രം തെറ്റ് ചെയ്യുമോ അതിന്റെ ഇരട്ടി തെറ്റ് പണമുള്ളവൻ ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ശരീരശാസ്ത്രം അള്ളാന്റെ റസൂൽ പോലും പഠിച്ചിട്ടില്ല. പലപ്പോഴും അള്ളാന്റെ ഹബീബിന്റെ പവിത്രമായ കൈ ഉമറിന്റെ തോളത്ത് തട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബലെ ഫേഷ് എന്ന് പറഞ്ഞാൽ നീ ഒരു ഉത്തമ പൗരനാണ് ഉമർ. നിന്റെ വാക്ക് കേൾക്കുമ്പോ എനിക്ക് ചിലപ്പോ അസൂയ തോന്നിയിട്ടുണ്ട്.
നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുക? ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു കള്ളുകുടിയൻ ലോകത്ത് എന്തൊക്കെ ചെയ്യോ അതിന്റെ ഇരട്ടി ചെയ്യും ഒരു പണക്കാരൻ. അപ്പോ രണ്ടുപേരും തുല്യമാണെന്നർത്ഥം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കള്ളുകുടിയൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓടെ കിടക്കും. അതേപോലെ പണക്കാരൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഓടയിൽ കിടക്കും. പക്ഷെ നമുക്ക് കാണാൻ പറ്റൂല എന്നർത്ഥം. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നാളെ ഒരു പരിപാടി, രാവിലെ പോലെ ഉണ്ട്. 9:30 വനിതാ ക്ലാസ് ഉണ്ട് പാങ്ങോട് പള്ളിയിൽ. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ഞാനെത്തും. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരല്പസമയം ചിലപ്പോൾ ളുഹർ കഴിഞ്ഞൊന്ന് ഉറങ്ങും. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് 12 മണി മുതൽ നിങ്ങൾ പറയുന്ന സമയം വരെയാണ് നാളെ നസീഹത്ത്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡെഡിക്കേറ്റാണ്. നിങ്ങൾ പറയുന്ന സമയം എന്റെ മുമ്പിലിരിക്കുന്നവർ നിർത്താൻ പറയുമ്പോഴേ നാളെ ഞാൻ നിർത്തുള്ളൂ. നാളെ ലൈലത്തുൽ ഖദർ ഇൻഷാ അല്ലാഹ് 2 കൈ നീട്ടി നമ്മൾ കരഞ്ഞുകൊണ്ട് വാങ്ങും പടച്ചവന്റെ മുമ്പിൽ. ലൈലത്തുൽ ഖദറിന് ചില അടയാളങ്ങൾ പറയുന്നുണ്ട് റസൂലുള്ളാഹി. നാളെ ഇൻഷാ അല്ലാഹ് പറയാം. ആ അടയാളങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. 21-ാം രാവ്, 22-ാം രാവ്, 23-ാം രാവ്, 24-ാം രാവ്, 25-ാം രാവ്, 26-ാം രാവ്, ഇത്രയും ദിവസം ഇത്തിക്കാഫിരുന്നിട്ടും ഞാൻ കിതാബിലൂടെ നോക്കിയ ലൈലത്തുൽ ഖദറിന്റെ അടയാളങ്ങൾ ഇന്ന് വരെ, ഈ രാത്രി വരെയും വല്ലാഹി ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇനി 27-ാം രാവല്ലാതെ വേറൊരു രാവ് ലൈലത്തുൽ ഖദർ ഉണ്ടാവാനുമില്ല. കഴിഞ്ഞ വർഷം ആ അടയാളങ്ങൾ ഉണ്ടായത് 21-ാം രാവിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം തട്ടത്തൂലപ്പള്ളി ഇത്തിക്കാഫിരുന്നപ്പോ 21-ാം രാവിൽ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ പറഞ്ഞ ലൈലത്തുൽ ഖദറിന്റെ ചില അടയാളങ്ങൾ ദൃശ്യമായ രാത്രി ആ രാത്രിയായിരുന്നു. ഇപ്രാവശ്യം 21-ലും 2-ലും 3-ലും ഒന്നും കണ്ടിട്ടില്ല. നാളത്തെ ഒരൊറ്റ ദിവസം നമുക്കിനി ബാക്കി ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാനായിട്ടുള്ളൂ. നാളെ അത് നേടണം ഇൻഷാ അല്ലാഹ്. ഇന്ന് നിയ്യത്ത് ചെയ്യണം, നാളെ അത് നേടണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് നാളത്തെ ദിവസം നമ്മൾ നേടുകയാണ്. എല്ലാ ക്ഷീണവും എല്ലാ ബുദ്ധിമുട്ടും മറന്ന് ഉറക്കം അള്ളാഹിന് വേണ്ടി മാറ്റിവെച്ച്, ഉറക്കം പടച്ചവന് വേണ്ടി മാറ്റിവെച്ചിട്ട് നമ്മൾ വളരെ വളരെ ആത്മാർപ്പണ ബോധത്തോടുകൂടി നാളെ പകൽ സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് പള്ളിയിൽ ഇരിക്കാതിരിക്കാം എത്രത്തോളം ഇരിക്കണം. ജോലി തിരക്കൊന്നും ഇല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ അവിടെ ഇവിടെ പോയി ഇരിക്കാൻ പറ്റുന്ന റമദാൻ വിട പറയാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ആ സന്തോഷം ഉണ്ടാവണം. ആ വേദനയോടുകൂടി അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. പരലോക വിജയികളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ദിക്ർ ചെയ്യാൻ പോകണം, നോമ്പ് കഴുകാനൊന്നും പോകാനുള്ള നേരമില്ല. എല്ലാവരും അടുത്തോട്ടിരുന്നോളൂ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്